റിയൽ ആൽക്കഹോൾ. അതായത് മദ്യാസക്തിയുടെ അഡിക്ഷന്റെ അങ്ങേയറ്റം എത്തിയിട്ടുള്ള, അടിമത്തത്തിന് അങ്ങേയറ്റം എത്തിയിട്ടുള്ള ഒരാൾക്ക് ഫസ്റ്റ് ഡ്രിങ്കിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കാത്തതിന്റെ ഒരവസ്ഥയെ പറ്റിയാണ് ഈ പുസ്തകം, ഈ അധ്യായം മുഴുവൻ വിവരിക്കുക. അതിന് ചില ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് നമുക്ക് ഇൻടോക്സിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻടോക്സിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലഹരി പിടിപ്പിക്കുന്ന, അല്ലെങ്കിൽ മദ്യം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉന്മാദത്തെയാണ് നമ്മൾ ഇൻടോക്സിക്കേഷൻ. അതായത് ആ കെമിക്കല്, മദ്യം എന്ന് പറയുന്ന കെമിക്കൽ നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ നമുക്കൊരു ഉന്മാദാവസ്ഥ ഉണ്ടാകുന്നു, നമ്മളെ മത്ത് പിടിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയും നമ്മൾ പൂസാക്കുന്നു. അപ്പൊ മദ്യം കഴിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയല്ല സാനിറ്റി എന്ന് പറയുന്നത്. ഇൻസൈൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഭ്രാന്തനായിട്ടുള്ള, ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത, സുബോധമില്ലാത്ത ഒരു അവസ്ഥയാണ് ഇൻസൈൻ എന്ന് പറയുന്നത്. ഇപ്പൊ സാനിറ്റിയുടെ യഥാർത്ഥത്തിലുള്ള മലയാള അർത്ഥം വിവരിക്കുന്നത് ബുദ്ധിസ്ഥിരതയാണ്, സുബുദ്ധി, നല്ല ബുദ്ധി, അല്ലെങ്കിൽ മാനസിക ആരോഗ്യമുള്ള ഒരവസ്ഥ, നല്ല മാനസിക ആരോഗ്യമുള്ള ഒരവസ്ഥ. അപ്പൊ വെറുതെ നമ്മൾ മദ്യപിക്കാതിരിക്കുമ്പോൾ നമ്മൾക്ക് ഈ സംഗതി കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ അധ്യായത്തില് ബിൽഡബ്ല്യു നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ചില ഉദാഹരണങ്ങളിലൂടെ, ആളുകളുടെ കഥകളിലൂടെ ഒക്കെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. നമുക്കറിയാം, ഒരു സ്പിരിച്വൽ അവേക്കനിങ് വേണം, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് വേണമെന്ന് ഉള്ള കഴിഞ്ഞ അധ്യായത്തിലെ എല്ലാ വിവരണങ്ങൾക്ക് ശേഷം കൂടുതൽ എന്തുകൊണ്ടാണ് നമ്മൾ സ്പിരിച്വൽ ലൈഫ് നയിക്കേണ്ടതിനെ കുറിച്ചാണ് നമ്മൾ ഇതിനെപ്പറ്റി പറയാം. അപ്പൊ നമുക്ക് അറിയാം, മനസ്സെന്ന് പറയുന്നത് ഒരു ജയിലാണ്, അല്ലെങ്കിൽ ഒരു അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളുടെ മനസ്സുകൾ ഒരു ജയിൽ പോലെയാണ്. കാരണം അവിടെ അയാൾ തളയ്ക്കപ്പെടുകയാണ്, അയാൾക്കൊരു ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പൊ മോർ അബൌട്ട് ആൽക്കഹോളിസം എന്നുള്ളതിന് സത്യം അല്ലെങ്കിൽ മദ്യത്തെ കുറിച്ചുള്ള ഒരു സത്യം തിരിച്ചറിയാനുള്ള കുറെ കാര്യങ്ങളാണ് അദ്ദേഹം പറയാം. അല്ലെങ്കിൽ സീ ദ ട്രൂത്ത് ഓഫ് ആൽക്കഹോൾ, എന്താണ് ആൽക്കഹോൾ ഒരു റിയൽ ആൽക്കഹോളിക്കിന് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് ഈ അദ്ദേഹം ഉപയോഗിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് അധ്യായം 3 മദ്യാസക്തിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അതാരെങ്കിലും വായിക്കാവോ? വായിക്കുമ്പോൾ എനിക്കൊരു ബ്രേക്ക് കിട്ടും, അതുകൊണ്ടാണ്. അധ്യായം 3 മദ്യാസക്തിയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ. ഞങ്ങളിൽ മിക്കവരും തങ്ങൾ യഥാർത്ഥ മദ്യപാനാസക്തരെന്ന് സമ്മതിക്കാൻ മനസ്സുള്ളവരായിരുന്നില്ല. തൻ്റെ സഹജീവികളിൽ നിന്ന് ശാരീരികമായും മാനസികമായും താൻ വ്യത്യസ്തനാണെന്ന് കരുതുന്ന ഒരാളും ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും മറ്റുള്ളവരെ പോലെ കുടിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നടത്തിയ എണ്ണമറ്റ വിഫല ശ്രമങ്ങൾ ഞങ്ങളുടെ മദ്യപാനാരോഗത്തിൻ്റെ ലക്ഷണമായതിനാൽ അത്ഭുതപ്പെടാനില്ല. എന്നെങ്കിലും ഒരു ദിവസം എങ്ങനെയെങ്കിലും നിയന്ത്രിക്കാമെന്നും മദ്യപാനം ആസ്വദിക്കണമെന്നുള്ള ധാരണ ഓരോ സാധാരണ മദ്യപാനുടെയും ചിരന്തന ചിന്തയാണ്. അമിത മദ്യപാനിയിൽ മിഥ്യയുടെ ഈ പിടുത്തം അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ്. അനേകം പേർ എന്നെങ്കിലും സാധാരണ മട്ടിൽ കുടിക്കാൻ പറ്റും എന്ന മിഥ്യയായ ചിന്തയെ പിന്തുടർന്ന് ഭ്രാന്തിൻ്റെയോ മരണത്തിൻ്റെയോ വക്കോളമെത്തുന്നു. ഞങ്ങൾ മദ്യപാനാസക്തരെന്ന് ഞങ്ങളുടെ മനസ്സിൻ്റെ അഗാധതയിൽ പൂർണ്ണമായും സമ്മതിക്കേണ്ടതുണ്ടായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഇതാണ് രോഗവിമുക്തിയിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ്. തങ്ങൾ മറ്റുള്ളവരെ പോലെയാണ്, അഥവാ എപ്പോഴെങ്കിലും എങ്ങനെ ആയിരിക്കാം എന്ന കിനാവിനെ പൂർണ്ണമായും തകർത്തെറിയേണ്ടതായിട്ടുണ്ട്. അമിത മദ്യപാന രോഗികളായ സ്ത്രീ പുരുഷന്മാരായ ഞങ്ങൾ കുടിയിൽ നിയന്ത്രണം. പാരഗ്രാഫ് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം, അതായിരിക്കും എളുപ്പം. താങ്ക് യു റോമൻ, താങ്ക് യു. അപ്പൊ അത് പറയുന്നത് നമ്മൾ അൺവില്ലിങ് ടു അഡ്മിറ്റ് എന്നാണ്. എന്തായിട്ട് റിയൽ ആൽക്കഹോളിക് ആണ്, ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്, ഞാനൊരു അഡിക്റ്റ് ആണ് എന്ന് പറയാനായിട്ട് ആളുകൾ പൊതുവെ സമ്മതിക്കാറില്ല. നമ്മൾ പലപ്പോഴും നമുക്ക് ചിന്ത വരും, അയാൾ ഒരു അഡിക്റ്റ് ആണ്, അല്ലെ അയാൾ ഭയങ്കരമായിട്ട് കുടിക്കുന്നു, അല്ലെ അയാൾ റിയൽ ആൽക്കഹോളിക് ആയിട്ട് മാറിയിരിക്കുന്നു. പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള ആൽക്കഹോളിക്കിന് ആദ്യ നാളുകളിൽ ഒരാളെക്കാളും, അതായത് എൻ്റെ സഹകുടിയനേക്കാൾ അല്ലെങ്കിൽ കൂട്ടുകാരെ പോലെ തന്നെയാണ് ഞാൻ കുടിക്കുന്നത്, എനിക്ക് എൻ്റെ ബോഡിക്കോ എൻ്റെ മെന്റലിനോ ഒരു ചേഞ്ച് ഉണ്ടാകുന്നില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ വിശ്വാസം. എന്താണ് ബോഡിക്ക് ചേഞ്ച് ഉണ്ടാകുന്നത്? നമുക്ക് മദ്യം കഴിക്കുമ്പോൾ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു അലർജി ഉണ്ടാകുന്നു. അത് രണ്ട് കണ്ടീഷനാണ്. ഒന്ന് ഫിസിക്കൽ അലർജി, അതായത് മദ്യം കഴിക്കുമ്പോൾ വീണ്ടും വീണ്ടും കുടിക്കണമെന്നുള്ള ഒരു ക്രേവിങ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തുണ്ടാകുന്നു. പിന്നെ നമുക്ക് മെന്റൽ ഒബ്സഷൻ, അതായത് ആർത്തി എന്ന പ്രതിഭാസമില്ലാതെ കുടിക്കാൻ കഴിയില്ല എന്ന് സിൽക്കോർത്ത് ഡോക്ടർ അഭിപ്രായത്തിൽ നമ്മളോട് പറയണം. അപ്പൊ കുടി ഒരു ഫുൾ ടൈം ജോബായി മാറുന്നു, തൊഴിലായിട്ട് മാറുന്നു. കാരണം
നമ്മൾ ചിന്തിക്കും നമ്മൾ തൊഴിലിനൊക്കെ പോകുന്നുണ്ടെങ്കിലും തൊഴിൽ കഴിയുമ്പോൾ ഉടനെ തന്നെ കുടിക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടിക്ക് പോകുമ്പോൾ കുടിക്കുന്നു. നമ്മൾ കുടിയാണ് മുഖ്യ ലക്ഷ്യമായിട്ട് മാറും. ഒരു റിയൽ ആൽക്കഹോളിക്കിന്റെ കാര്യമാണ് പറയുന്നത്. കുടി ഒരു ലക്ഷ്യമായിട്ട് മാറുന്നു. ഏതെങ്കിലും കുറച്ചു കാലത്തേക്കൊക്കെ കുടി നിർത്താൻ പറ്റും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമെങ്കിലും നമ്മൾ ചില ശ്രമങ്ങളൊക്കെ നടത്തും. അതായത് മറ്റുള്ളവരെ പോലെ എനിക്ക് കുടിക്കാൻ കഴിയും, അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് കുറെ ശ്രമങ്ങൾ നടത്തും. പക്ഷേ ആ ശ്രമങ്ങൾ പിന്നീട് വിഫല ശ്രമങ്ങളായിട്ട് മാറുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് എന്നെങ്കിലും ഒരു ദിവസം എങ്ങനെയെങ്കിലും നിയന്ത്രിച്ചു കുടിക്കാം. അതാണ് സം ഹൗ സം ഡേ ഹി വിൽ കൺട്രോൾ ആൻഡ് എൻജോയ്. അപ്പം നമുക്ക് അവിടെ ഒരു കൺട്രോൾ എന്നുള്ള വാക്കും വരുന്നുണ്ട്, ഒരു എൻജോയ് എന്നുള്ള ഒരു വാക്ക് വരുന്നുണ്ട്. നമ്മൾ ഒരുപാട് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്താൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്താൽ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കൂടുതൽ എൻജോയ് ചെയ്താൽ, സന്തോഷിച്ചാൽ, കുടിച്ചുല്ലസിച്ചാൽ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ കൂടുതൽ കൺട്രോൾ ചെയ്താൽ നമുക്ക് ആ സുഖം അല്ലെങ്കിൽ ആ ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ എൻജോയ്മെന്റ് നമ്മൾക്ക് കിട്ടുകയില്ല. ഇതാണ് നമ്മളെ ഒരു അബ്നോർമൽ ഡ്രിങ്കർ ആക്കുന്നത്. അതായത് എന്നെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ, എന്തെങ്കിലും ഒരു കല്യാണമോ മറ്റു പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോ കുടിച്ചേക്കാം, കുടിക്കുന്നതിൽ കുഴപ്പമില്ല, ഇന്നൊരു ദിവസം ഉള്ളൂ, ഇന്നൊരു ഒരു ഒരു ദിവസം മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിലേക്ക് വരുന്നത്. അതായത് മോർ എൻജോയ് ചെയ്യുമ്പോൾ ലെസ് കൺട്രോൾ ആണ് നമുക്കുള്ളത്, മോർ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ലെസ് എൻജോയ്മെന്റ് ആണുള്ളത്. അതായത് നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് കടന്നു വരികയാണ്. അപ്പൊ ആ ഒരു പാരഗ്രാഫില് അവസാനം പറയുന്നത് എന്താ വെച്ചാല്, ഭ്രാന്തിന്റെയോ മരണത്തിന്റെയോ മിഥ്യയുടെ ഒരു വിടാപ്പെടുത്താണ്. ഇത് സത്യമല്ല, ഇത് നമുക്ക് അസത്യമായ കാര്യമാണ്. പക്ഷേ നമ്മുടെ മനസ്സ് നമ്മളെ വിശ്വസിപ്പിക്കുകയാണ്, നമ്മളോട് പറയാണ് നിങ്ങൾക്ക് കുടിക്കാൻ സാധിക്കും, നിങ്ങൾക്ക് കഴിയും, നിങ്ങൾക്ക് ഈ തവണ കഴിയും. കഴിഞ്ഞ തവണ അങ്ങനെ ഒരുപാട് എക്സ്ക്യൂസസ് ഉണ്ടാവും. ആ വീട്ടിൽ പോയത് കൊണ്ടാണ്, അവസാന പാർട്ടിക്ക് പോയതുകൊണ്ടാണ്, ആ കൂട്ടുകാരൻ കാരനാണ്, അല്ലെങ്കിൽ ആ മദ്യം കഴിച്ചത് കൊണ്ടാണ്, മറ്റത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആശയങ്ങൾ നമ്മൾക്ക് വന്നുകൊണ്ട് നമ്മൾ കുടിയിലേക്ക് പോകും. അപ്പോ അദ്ദേഹം അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, എന്നെങ്കിലും സാധാരണ മട്ടിൽ കുടിക്കാൻ പറ്റും എന്ന മിഥ്യയായ ചിന്തയെ പിന്തുടർന്ന് ഭ്രാന്തിന്റെയോ മരണത്തിന്റെയോ വക്കോളം വെക്കുന്നു. നമ്മൾ വല്ലാത്ത ഭ്രാന്തമായ അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ നമ്മൾ പലരും മരണത്തിലേക്ക് എത്തുന്നു. ഞങ്ങൾ മദ്യപാനാസക്തരാണെന്ന് ഞങ്ങളുടെ മനസ്സിന്റെ അഗാധതയിൽ പൂർണ്ണമായി ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അതായത് ഞാനൊരു മദ്യാസക്തനാണ്, ഇത് മനസ്സിലാക്കുക, അത് അംഗീകരിക്കുക. അത് ഞാനൊരു അബ്നോർമൽ ഡ്രിങ്കറാണ്. സാധാരണ എന്റെ കൂട്ടുകാർ കുടിക്കുന്നത് പോലെയല്ല ഞാൻ കുടിക്കുന്നത്. ഇങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് ഫസ്റ്റ് ഡ്രിങ്കിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് രോഗവിമുക്തിയുടെ ആദ്യത്തെ ചുവടുവെപ്പ്. ഇപ്പൊ ഇവിടെ മലയാളത്തിൽ അത് ആദ്യത്തെ ചുവടുവെപ്പ് എന്നാണ് എഴുതിയേക്കുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ റിക്കവറി എന്നാണ് മോർ അബൌട്ട് ആൽക്കഹോളിസത്തിൽ ഇംഗ്ലീഷിൽ പറയുന്നത്. അതായത് ആദ്യത്തെ പടി ഇതാണ്. ദ ഡെല്യൂഷൻ ദാറ്റ് വി ആർ ലൈക്ക് അതർ പീപ്പിൾ ഓർ പ്രസന്റ്ലി മേ ബി ഹാസ് ടു ബി സ്മാർട്ട്. അതായത് ഇങ്ങനെയുള്ള നമ്മൾ മറ്റുള്ളവരെ പോലെ അഥവാ എപ്പോഴെങ്കിലും ഇങ്ങനെ ആയിരിക്കാമെന്ന കിനാവിനെ പൂർണ്ണമായും തകർത്തെറിയുന്നുണ്ട്. ഇവിടെ കുറച്ചധികം വാക്കുകൾ നമ്മൾ കേട്ടു. ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കത് മനസ്സിൽ നിന്ന് ഒരിക്കലും ഈ വിചാരം വിട്ടുപോകില്ല. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് അതിനോട് അമിതമായിട്ടൊരു ഇഷ്ടം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും. അതിനാണ് ഒബ്സഷൻ എന്ന് മലയാളത്തിൽ പറയാം. അത് നമ്മുടെ ആ ഐഡിയ, അല്ലെങ്കിൽ ഒബ്സഷൻ ഇംഗ്ലീഷിൽ ഐഡിയ സോ സ്ട്രോങ് മേക്സ് ബിലീവ് എ ലൈ. അതായത് നുണയായ ഒരു കാര്യം സത്യമാണെന്ന് നമ്മുടെ മനസ്സിനെ വിശ്വസിപ്പിക്കുക. അതാണ് ഒബ്സഷൻ എന്ന് പറയുന്നത്. കാരണം നമുക്ക് കുടിക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം, പക്ഷെ നമ്മുടെ മനസ്സിനെ കൊണ്ട് നമ്മുടെ മനസ്സ് നമ്മളെ വിശ്വസിപ്പിക്കുകയാണ്, നിനക്ക് ഈ തവണ സാധിക്കും. അതിനാണ് ഒബ്സഷൻ എന്ന് പറയാ. മനസ്സിൽ നിന്ന് വിട്ടുപോകാത്തൊരു വിചാരമായിട്ട് ഈ മദ്യപാനം നമ്മൾ ഇന്ന് പറയും. പിന്നെ അടുത്ത ഒരു വാക്ക് ഇല്യൂഷൻ എന്ന് പറയുന്നുണ്ട്. ഇല്യൂഷൻ എന്താണ്? നമുക്കറിയാം, നമ്മൾ മാജിക് കാണാറുണ്ട്. പെട്ടെന്ന് ഒരു തുണിയുടെ പുറകിൽ നിൽക്കുന്ന ഒരാൾ മായുന്നതും ഒക്കെ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ആ ഇല്യൂഷനാണ്, അത് നമുക്കൊരു മിഥ്യാബോധമാണ്, ഒരു അബദ്ധധാരണയാണ്, അല്ലെങ്കിൽ ഒരു മായാജാലമാണ്. അതൊരിക്കലും അങ്ങനെയല്ല സംഭവിക്കുക. ഇപ്പൊ ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഒക്കെ ഒരിക്കലും ഒരാള്
അവിടെ നിന്ന് ഇത് മാറ്റിയതൊക്കെ ആയിട്ട് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരിക്കലും അവിടെ നിന്ന് മാറുന്നില്ല. പക്ഷെ അയാളുടെ മാജിക്കിന്റെ ഇതിന് പുറകില് അത് സംഭവിക്കുന്നതാണ്. അതിന് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇല്യൂഷൻ, സീയിങ് സംതിങ് നോട്ട് ട്രൂ. അതായത് സത്യമല്ലാത്ത കാര്യം സത്യമാണെന്ന് നമ്മൾ വിശ്വസിപ്പിക്കുന്നതിനാണ് ഇല്യൂഷൻ എന്ന് പറയുക. അല്ലെങ്കിൽ ബിലീവിങ് ഇൻ ലൈ, ഒരു നുണയെ വിശ്വസിക്കാൻ തയ്യാറാകുക. അപ്പൊ നമ്മളെ മനസ്സിന്റെ ഈ ഒബ്സഷനും ഇല്യൂഷനും നമ്മളെ കൊണ്ട് വീണ്ടും കുടിയിലേക്ക് പ്രേരിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ഇതൊക്കെ പറയാൻ കാരണം? വെറുതെ കുറെ കാര്യങ്ങൾ പറയുന്നതല്ല. ബിൽഡബ്ല്യുവിന്റെ ബില്ലിന്റെ കഥയിൽ ഒരു വാക്ക് പറയുന്നുണ്ട്. അതായത് ഒരു അമിത മദ്യപാനാസക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തിന്റെ പ്രശ്നത്തെക്കാളും അവന്റെ മനസ്സിനാണ് പ്രശ്നം, മാനസികമാണ് അവന്റെ പ്രശ്നം എന്ന് പറയുന്നുണ്ട്. നമ്മളെ ബില്ലിന്റെ കഥ വായിച്ചപ്പോൾ കേട്ടോ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിന്റെ പ്രശ്നമായതുകൊണ്ടാണ് നമ്മൾ ഈ ഒബ്സഷനെ കുറിച്ച് ഇല്യൂഷനെ കുറിച്ചും ഒക്കെ നമ്മൾ പറയുന്നത്. അപ്പം ഇൻസാനിറ്റി എന്ന് പറയുന്നതും ബിലീവ് ഇൻ ലൈ ആണ്, ഒരു നുണയെ വിശ്വസിക്കുകയാണ്. അപ്പൊ ഡെല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മറിമായ ഒരു മിഥ്യാബോധം, അല്ലെങ്കിൽ ഒരു അബദ്ധ വിശ്വാസത്തെ നമ്മൾ കൺവിൻസ് ചെയ്യാണ് നമുക്ക് സ്വയം. എന്താണ്? എനിക്ക് ഇനിയും കുടിക്കാൻ കഴിയും. കൺവിൻസ്ഡ് അവർ സെൽഫ് സംതിങ് നോട്ട് ട്രൂ. സത്യമല്ലാത്തൊരു കാര്യത്തെ വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് ഡെല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോ ഒബ്സഷൻ പറയുന്നുണ്ട്, ഇല്യൂഷൻ പറയുന്നുണ്ട്, ഇൻസാനിറ്റി പറയുന്നുണ്ട്, ഡെല്യൂഷൻ ഉണ്ട്. ഇതിന്റെ എല്ലാം ബേസിക് ആണ് എന്താണ്? സംതിങ് ബിലീവ് ആസ് സംതിങ് നോട്ട് ട്രൂ. സത്യമല്ലാത്ത ഒരു കാര്യത്തെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്ന മനസ്സിന്റെ പ്രവർത്തനത്തെ പറ്റിയാണ് അവർ പറ്റുന്നത്. ഇത് ആർക്കാണ്? റിയൽ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു ഹാർഡ് ഡ്രിങ്കറിനോ മോഡറേറ്റ് ഡ്രിങ്കറിനോ ഇതിനൊന്നും പറ്റുന്ന അവസ്ഥയിലല്ല. പക്ഷെ ഒരു റിയൽ ആൽക്കഹോളിക്കിന് ഈ ഫിസിക്കൽ ആയിട്ടുള്ള ഇതിനോടൊപ്പം ഈ മാനസികമായിട്ടുള്ള ഈ പ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കുടിച്ചു കഴിയുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ കുടിച്ചു നമുക്ക് മനസ്സിലാവുന്നില്ല. അയ്യോ, ഞാൻ എത്ര കടുത്ത തീരുമാനത്തിലേക്കാണ് ഞാൻ ആ പാർട്ടിക്ക് പോയത്, എന്നിട്ട് ഞാൻ കുടിച്ചു. എന്തുകൊണ്ടാണ് ഞാൻ ചെയ്തത്? ഞാൻ അത് ചെയ്തോ? ഞാൻ അങ്ങനെ സംസാരിച്ചോ? അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിലേക്കാണ് നമ്മളെ പോലുള്ള, അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ഒരു ആൽക്കഹോളിക്ക് കുടിച്ചു കഴിയുമ്പോൾ ചെന്നുണ്ട്. അപ്പം അതിന്റെ അവസാന വാക്ക് എങ്ങനെയാണ്? തങ്ങൾ മറ്റുള്ളവരെ പോലെയാണ്, അഥവാ ഇപ്പോഴെങ്കിലും അങ്ങനെ ആയിരിക്കാം, ഇന്ന് ഈ സമയം ഇപ്പൊ കുടിക്കാൻ പോണ സമയത്ത് അങ്ങനെ ആയിരിക്കാം എന്ന കിനാവിനെ പൂർണ്ണമായും തകർത്തെറിയേണ്ടതുണ്ട്. ഹാസ് ടു ബി സ്മാഷ്ഡ്. പൂർണ്ണമായും തകർത്തെറിയേണ്ടതുണ്ട് എന്നുള്ള വാക്കിലാണ് ആ പാരഗ്രാഫ് അവസാനിപ്പിക്കുക. അടുത്ത് വായിക്കാവോ? അമിത മദ്യപാന രോഗികളായ സ്ത്രീ പുരുഷന്മാരായ ഞങ്ങൾ കുടിയിൽ നിയന്ത്രണം പാലിക്കുവാൻ കഴിവ് നഷ്ടപ്പെട്ടവരാണ്. യഥാർത്ഥത്തിലുള്ള ഒരു അമിത മദ്യപാന രോഗി ഒരിക്കലും മദ്യപാനത്തിൽ നിയന്ത്രണം തിരിച്ചെടുക്കുന്ന പ്രശ്നമേയില്ല എന്ന് ഞങ്ങൾക്കറിയാം. നിയന്ത്രണം വിട്ടുകൊടുക്കുകയാണ് എന്ന് ചിലപ്പോഴൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുള്ളതാണ്. പക്ഷേ ചുരുങ്ങിയ സമയത്തേക്ക് മാത്രമായ അത്തരം ഇടവേളകളെ പിന്തുടർന്നു വന്നത് അനിവാര്യമായ നിയന്ത്രണമില്ലായ്മയായിരുന്നു. അതാകട്ടെ പലപ്പോഴും സഹതാപാർഹവും വിവരണാതീതമായ അധാർമികതയിലേക്ക് നയിക്കുന്നതുമായിരുന്നു. വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗത്തിന്റെ പിടിയിലാണ് ഞങ്ങളെന്ന് സ്വയം ബോധ്യമുള്ളവരാണ് ഞങ്ങൾ. ഞങ്ങളെല്ലാം കാലുകൾ നഷ്ടപ്പെട്ടു. അതായത് അമിത മദ്യപാന രോഗിയായ സ്ത്രീ പുരുഷനെ ഞങ്ങൾ കുടിയിൽ നിയന്ത്രണം പാലിക്കാൻ കഴിവ് നഷ്ടപ്പെട്ടവരാണ്. നമ്മളെല്ലാവരും ആദ്യത്തെ കുടിയൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയേ. ആദ്യത്തെ കുടി, ഞാനൊക്കെ ഒരു ബിയറൊക്കെ അടിച്ച് അപ്പൊ തന്നെ വീട്ടിൽ പോവും, അല്ലെങ്കിൽ കുറച്ചു നേരം കൂട്ടുകൂടി ഡാൻസ് കളിക്കും, കുറച്ചു നേരം കൂട്ടുകൂടി പാട്ട് കേൾക്കും, ഏതെങ്കിലും അന്നത്തെ കാലത്തെ ചലച്ചിത്രങ്ങളൊക്കെ കേട്ട് ഭയങ്കര രസമായിരുന്നു. പക്ഷെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അതായത് നമ്മൾ ഒരു അതിർവരമ്പ് ലംഘിച്ചു കഴിഞ്ഞു. നമുക്കൊരു ബോർഡർ ലൈൻ ഉണ്ടായിരുന്നു, അത് ലംഘിച്ചു കഴിഞ്ഞു. അത് ഒറ്റ ദിവസം കൊണ്ടായത് ആയിരിക്കില്ല. ഒരാൾക്ക് 10 വർഷം കൊണ്ട് കുടിയുണ്ടോ, മറ്റൊരാൾക്ക് 20 വർഷം കൂടിയുണ്ടോ, മറ്റൊരാൾക്ക് 5 വർഷത്തെ കൂടി കൊണ്ടോ, ചിലപ്പോൾ ഒരാൾക്ക് 2 വർഷത്തെ കൂടി കൊണ്ടോ ഈ നിയന്ത്രണം നഷ്ടപ്പെടാം. അപ്പൊ നമ്മൾ പറയും അയാൾ എത്രമാത്രം കുടിച്ചു, എത്ര കാലം കുടിച്ചു, എത്രമാത്രം അളവ് കുടിച്ചു, ഏതൊക്കെ ബ്രാൻഡ് കുടിച്ചു, ഇതൊന്നും ഇതിന്റെ ബേസ് അല്ല. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അയാളും മദ്യവും തമ്മിലുള്ള ഒരു ബന്ധത്തിലാണ്. മദ്യം കഴിച്ചു കഴിയുമ്പോൾ അയാൾ പ്രകടിപ്പിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്, അല്ലെങ്കിൽ റിസൾട്ട് എന്താണ്, അതാണ് അതിന്റെ ബേസ്. അല്ലാതെ അയാൾ എത്രമാത്രം കുടിച്ചു, ചിലപ്പോൾ അയാൾ ഒരു സ്പൂണായിരിക്കും കുടിച്ചിട്ടുള്ളൂ, ചിലപ്പോൾ അയാൾ ഒരു ലിറ്റർ കുടിച്ചിട്ടുണ്ടാവും. അതൊന്നും ഇവിടെ നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നില്ല. അമിത മദ്യപാന രോഗികളായ സ്ത്രീയും പുരുഷനും അടങ്ങിയ ഞങ്ങൾ
നിയന്ത്രണം പാലിക്കാൻ കഴിവ് നഷ്ടപ്പെട്ടവരാണ്, എബിലിറ്റി നഷ്ടപ്പെട്ടവരാണ്. നമുക്കറിയാം എന്തുകൊണ്ടാണ് ദീർഘനാളത്തെ കുടി നമ്മുടെ ബ്രെയിൻ, നമ്മളെപ്പോഴും ഈ ലിവറിനെ കുറിച്ചും കിഡ്നിയെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ബ്രെയിനെ കുറിച്ച് പറയാം. നമ്മൾ പറയാറുണ്ട്, ഒരു ശീലം രൂപപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ എപ്പോഴും ആ ശീലത്തോട് ആം, ഉം, ചേർന്ന് നിൽക്കും. നമ്മൾ ഒരു ദിവസം നടക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 90 ദിവസമൊക്കെ നടക്കുവാണെങ്കിൽ നമുക്ക് ആ നടക്കാൻ നേരത്ത് നമുക്ക് നടക്കണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നും. അത് ശീലാണ്. അല്ലെങ്കിൽ എക്സസൈസിന് പോവുക, അല്ലെങ്കിൽ നമ്മൾ ഒരു ഫുഡ് തന്നെ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചായ കുടിക്കാൻ, രാവിലെ എണീക്കുമ്പോൾ ചായ കുടിക്കാൻ തോന്നും. ഇത് ബ്രെയിൻ്റെയാണ്. ഇത് ബ്രെയിൻ നമ്മൾക്ക് തരുന്ന ഒരു പ്രേരണയാണ്. നമുക്കറിയാം അവിടെ നമ്മൾ ഒരു ബ്രെയിൻ സ്ഥിരമായി പ്രവർത്തിക്കുന്ന, തുടർച്ചയായി പ്രവർത്തിക്കുന്ന ഇലക്ട്രിക്കൽ തരംഗങ്ങളൊക്കെ ഉള്ള ഇതാണ്. അപ്പൊ സയൻസ് നമ്മൾ പറയുന്നില്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ ഇത് തുടർച്ചയായിട്ടുള്ള ദീർഘനാളത്തെ കുടി നമ്മുടെ ബ്രെയിനെ വീണ്ടും കുടിക്കാനായിട്ടുള്ള പ്രേരിപ്പിക്കുന്നതിലേക്ക് നമ്മുടെ ശരീരത്തെ എത്തിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ മനസ്സിനെ എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിലുള്ള ഒരു അമിത മദ്യപാന രോഗി ഒരിക്കലും മദ്യപാനത്തിന്റെ നിയന്ത്രണം തിരഞ്ഞെടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം. അത് നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരു അച്ചാറിട്ട മാങ്ങ ഒരിക്കലും തിരിച്ച് മാങ്ങയാക്കാൻ പറ്റില്ല. മാങ്ങ നമ്മൾ വെട്ടിക്കണ്ടിച്ച് ഉപ്പും മുളകും അച്ചാർ പൊടിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ അത് മറ്റൊരു പ്രൊഡക്റ്റാണ്, അച്ചാർ എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. പിന്നീട് തിരിച്ച് മാങ്ങ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിലേക്ക് അതിന് പോകാൻ കഴിയില്ല. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ മീറ്റിംഗ് കേൾക്കാറുണ്ട്, നമ്മൾ അച്ചാറിട്ട മാങ്ങ തിരിച്ച് മാങ്ങ ആകാത്തതുപോലെ എന്ന് കേൾക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഉദാഹരണം പറഞ്ഞത്. അപ്പൊ അച്ചാറിട്ട മാങ്ങ തിരിച്ച് മാങ്ങ ആകുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു മദ്യാസക്തനായി തീർന്ന ഒരാൾ തിരിച്ച് നിയന്ത്രിക്കാം എന്നുള്ള ഒരു വിചാരത്തിലേക്ക്, അല്ലെങ്കിൽ നിയന്ത്രണം വീണ്ടെടുക്കുകയാണ് എന്നുള്ള ഒരു വിചാരത്തിലേക്ക് വരാൻ പറ്റില്ല. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാം, നമ്മൾ ഒരു ബിയർ കഴിച്ചിട്ട് ഒരു ദിവസം നിർത്തും, ചിലപ്പോൾ 2 ബിയർ കഴിച്ചിട്ട് വളരെ കടിച്ചു പിടിച്ചൊക്കെ നിർത്തിയേക്കാം. പക്ഷെ ചുരുങ്ങിയ സമയത്തേക്ക് മാത്രമാണ് അത് നടക്കുള്ളൂ, വളരെ ചുരുങ്ങിയ സമയത്തേക്ക്. ഇത്തരം ഇടവേളകളെ പിന്തുടർന്ന് വന്നത് അനിവാര്യമായ നിയന്ത്രണമില്ലായ്മയായിരുന്നു. ചിലപ്പോൾ നമ്മൾ സ്ഥലങ്ങൾ മാറി നോക്കും, ചിലപ്പോൾ നമ്മൾ ബ്രാൻഡ് മാറി നോക്കും, ചിലപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടുകാരെ മാറി നോക്കും, ചിലപ്പോൾ നമ്മൾ ബാർ മാറി നോക്കും. അപ്പൊ പീപ്പിൾ, പ്ലേസ് ആൻഡ് തിങ്സ്, ചിലപ്പോൾ നമ്മൾ സാഹചര്യങ്ങൾ മാറി നോക്കും, ചിലപ്പോൾ നമ്മൾ ജോലിയെ തന്നെ മാറി നോക്കും. കാരണം നമ്മുടെ എല്ലാം വിചാരം, അല്ലെങ്കിൽ എന്റെ വിചാരം അങ്ങനെയായിരുന്നു. കോതമംഗലത്ത് നിൽക്കുന്ന ഞാൻ മംഗലാപുരം പോകും, മംഗലാപുരത്ത് നിന്ന് ചിലപ്പോൾ ഡൽഹിക്ക് പോകും, ഡൽഹിയിൽ നിന്ന് ചിലപ്പോൾ ബാംഗ്ലൂർക്ക് പോകും. അങ്ങനെ അങ്ങനെ മാറി മാറി സ്ഥലങ്ങൾ മാറി നോക്കി. അങ്ങനെ പക്ഷെ പിന്തുടർന്ന് വന്ന് കുറച്ചു ദിവസമൊക്കെ കുടിക്കാതെ നിന്നതിന് ശേഷം പിന്തുടർന്ന് വന്നത് അനിവാര്യമായ നിയന്ത്രണമില്ലായ്മയായിരുന്നു. അതാകട്ടെ പലപ്പോഴും സഹതാപകരവും വിവരണാതീതമായ അധാർമികതയിലേക്ക് നയിക്കുന്നതുമായിരുന്നു. വർദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു രോഗത്തിന്റെ പിടിയിലാണെന്ന് ഞങ്ങളെന്ന് സ്വയം ബോധമുള്ളവരാണ് നമ്മൾ. അപ്പോ ഇവിടെ 3 കാര്യങ്ങളാണ്. അതായത് എന്താണ് ഈ കുടിയെ തുടർന്ന് വന്നത്? സഹതാപമാർന്ന വിവരണാതീതമായ അധാർമികത. എന്താണ് വിവരണാതീതമായ അധാർമികത? അധാർമികമായ വഴികളിലൂടെ സഞ്ചരിക്കുക, അല്ലെങ്കിൽ ധാർമ്മികത ഒട്ടുമില്ലാത്ത രീതിയിൽ സംസാരിക്കുക, ധാർമ്മികത ഒട്ടുമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുക. ഈ 3 കാര്യമാണ്. ചിലപ്പോൾ നമുക്ക് സഹതാപം തോന്നും. വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗത്തിന്റെ പിടിയാണ്. അപ്പൊ നമ്മുടെ രോഗം വളരുന്ന രോഗമാണെന്നും കൂടി അവിടെ പറയുന്നുണ്ട് എന്ന് സ്വയം ബോധ്യമുള്ളവരാണ് ഞങ്ങൾ. അപ്പൊ നമ്മൾ എയിൽ വന്നതിന് ശേഷം ഇതൊക്കെ നമ്മൾ സ്വയം ബോധ്യപ്പെടുകയാണ്. അതായത് നമ്മുടെ രോഗത്തിന് നമ്മളിൽ മേലെ കൺട്രോൾ നഷ്ടപ്പെട്ടു, ഇനി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്വയം കൺവീൻസ് ആയി, നമ്മൾ സ്വയം ഇതെല്ലാം ബോധ്യപ്പെടുകയാണ്. ഏതാണ്? നമുക്ക് ഒരു പ്രോഗ്രസീവ് ആയ വളരുന്ന രോഗത്തിന്റെ പിടിയിലാണ്. ഇത് കൂടുതൽ മോശമാകുന്നതല്ലാതെ ബെറ്റർ ആകുന്നില്ല. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ മീറ്റിങ്ങിലൊക്കെ 3-4 വർഷം മുമ്പ് വന്നവര്, അല്ലെങ്കിൽ 4-5 വർഷം, അപ്പൊ എന്റെ ഒപ്പം വന്നവര്, അവരൊക്കെ പിന്നീട് തിരിച്ചു വന്നത് ബാഡ് ഷേപ്പിലാണ്. നമ്മൾ പറയും ബാഡ് ഷേപ്പ് എന്ന് വെച്ചാൽ ജോലി നഷ്ടപ്പെട്ടു, ചിലപ്പോൾ ആരോഗ്യം നഷ്ടപ്പെട്ടു, ചിലപ്പോൾ മക്കൾ നഷ്ടപ്പെട്ടു, ചിലപ്പോൾ ഭാര്യ നഷ്ടപ്പെട്ടു, ചിലപ്പോൾ ഇവർക്ക് തന്നെ ഏതെങ്കിലും രോഗത്തിന്റെ കടുത്ത പിടിയിലായിരിക്കാം. അപ്പോ നമ്മൾ ഇവിടെ ഉള്ളവരായതുകൊണ്ട് നമുക്കിപ്പോ ഒരു പബ്ലിക് ഇൻഫോർമേഷൻ ഒന്നുമല്ല ഇത് നമുക്ക് എല്ലാവർക്കും സ്വയം അനുഭവമുള്ളതാണ്. ഈ രോഗത്തെ നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. നമ്മളെല്ലാവരും അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് എത്തിയത്. കാരണം മറ്റ് ക്യാൻസർ രോഗം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗമാണെങ്കിലും നമുക്ക് എക്സ്റേ എടുക്കുമ്പോഴോ സ്കാൻ ചെയ്യുമ്പോഴോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഒരാൾ ആൽക്കഹോളിക് ആണോ എന്ന് ബ്ലഡ് ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അയാൾ തന്നെ സ്വയം അനുഭവത്തിലൂടെ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ആ വാക്ക് അവിടെ ഉപയോഗിച്ചത്. ഞങ്ങൾക്ക് ഈ രോഗത്തിന്റെ പിടിയിലാണെന്ന് സ്വയം ബോധ്യപ്പെട്ടവരാണ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. സ്വയം ബോധ്യപ്പെട്ടത്. ബോധ്യം വന്നത് എങ്ങനെയാണ്? അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ. താങ്ക് യു. അടുത്ത പാരഗ്രാഫ് വായിക്കാം.
ഞങ്ങളെല്ലാം കാലുകൾ നഷ്ടപ്പെട്ട മനുഷ്യരെ പോലെയാണ്. അവ ഒരിക്കലും വീണ്ടും വളരുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങളെപ്പോലെയുള്ള അമിത മദ്യപാന രോഗികളെ മറ്റുള്ളവരെ പോലെയാക്കി തീർക്കുവാൻ എന്തെങ്കിലും ചികിത്സാ രീതി ഉള്ളതായും ഇതുവരെ കണ്ടിട്ടില്ല. സങ്കല്പിക്കാവുന്ന തരത്തിലുള്ള എല്ലാ പ്രതിവിധികളും ഞങ്ങൾ ശ്രമിച്ചു നോക്കി. ചിലരുടെ കാര്യത്തിൽ കുറഞ്ഞ കാലയളവിൽ മാത്രം രോഗശമനം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെ തുടർന്ന് എല്ലായ്പ്പോഴും കൂടുതൽ മോശമായ കുടിയാണ് വീണ്ടും ഉണ്ടായിട്ടുള്ളത്. മദ്യപാന രോഗിയെ സാധാരണ നിലയിലുള്ള കുടിയനാക്കി മാറ്റുന്ന എന്തെങ്കിലും കാര്യമോ മരുന്നോ ഇല്ലെന്ന് ഈ രോഗത്തെപ്പറ്റി കൂടുതൽ അറിവുള്ള ഡോക്ടർമാർ സമ്മതിക്കുന്നു. ഭാവിയിൽ ഒരുപക്ഷേ ശാസ്ത്രം എന്നെങ്കിലും ഇതിനൊരു പോംവഴി കണ്ടുപിടിച്ചേക്കാം. എന്നാൽ ഇന്നുവരെ ശാസ്ത്രത്തിന് അത് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ. ഞങ്ങൾ എന്തൊക്കെ ഞങ്ങളെല്ലാം കാലുകൾ നഷ്ടപ്പെട്ട മനുഷ്യരെ പോലെയാണ്. അപ്പൊ അവിടെ ഒരു ഉദാഹരണം പറയാണ്. ഒരാൾക്ക് കാല് നഷ്ടപ്പെട്ടു. ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരാൾ കട നടത്തുന്നുണ്ടായിരുന്നു. ആ കടയിലേക്ക് ഒരു നാഷണൽ പെർമിറ്റ് ലോറി ഇടിച്ചു കയറി അയാളുടെ കാല് മുറിച്ചു കളയേണ്ടി വന്നു. ഒരു പ്രായമായ ആളാണ്. അപ്പൊ അയാളുടെ കാലുകൾ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ അയാൾ പിന്നെ എന്താ വെച്ചാല് 2 ഊന്നുവടികളുടെ സഹായത്തോടെയാണ് അയാൾ നടന്നത്. അന്ന് വരെ കയ്യിലെടുക്കാത്ത 2 വടികൾ അയാൾക്ക് കയ്യിലെടുക്കേണ്ടി വന്നു. ഊന്നുവടിയുടെ സഹായത്തോടെയാണ് അയാളുടെ പിന്നീടുള്ള ജീവിതം. അയാൾ ആ ഊന്നുവടികളുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വന്നതാണ്. അപ്പോ ഞങ്ങളെല്ലാം കാലുകൾ നഷ്ടപ്പെട്ട മനുഷ്യരെ പോലെയാണ്. അപ്പൊ എന്താണ് നമുക്ക് ആവശ്യം? നമ്മൾ ഈ കാല് നഷ്ടപ്പെട്ട മനുഷ്യരെ പോലെ നമ്മൾക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. മദ്യത്തിന്റെ മേലിൽ യാതൊരുവിധ നിയന്ത്രണമില്ലാത്തവരാണ്. അതുകൊണ്ടാണ് ആദ്യം ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ കുടിയിൽ നിന്ന് മാറി നിൽക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? നമ്മൾക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടവരായതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ഊന്നുവടികൾ എടുത്തുകൊണ്ടാണ് നമുക്ക് ഈ കാലുകൾ വളരുന്നില്ലാത്തതുപോലെ തന്നെ ആ നിയന്ത്രണം നമുക്ക് തിരിച്ചു വരുന്നില്ല. അപ്പൊ നമുക്ക് ഊന്നുവടികളുടെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളെ പോലെയുള്ള അമിത മദ്യപാന രോഗികളെ മറ്റുള്ളവരെ പോലെ ആക്കി തീർക്കുവാൻ ഏതെങ്കിലും ചികിത്സാ രീതി ഉള്ളതായും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. 1939 എഴുതിയ ഏപ്രിൽ മാസം എഴുതിയ 1939 ഏപ്രിലാണ് ബുക്ക് ഇറങ്ങുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. സാധാരണ അതായത് ക്രേവിങ്, നമ്മൾ പറയും മരുന്നില്ല എന്ന് പറയുന്നത് ക്രേവിങ്ങിനാണ് മരുന്നില്ലാത്തത്. അതായത് ഒരാളുടെ ശരീരത്തിലേക്ക് മദ്യം കടത്തിവിട്ടതിന് ശേഷം ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് ക്രേവിങ്, ആർത്തി എന്ന് പറയുന്നത്. അതുവരെ അയാൾക്ക് ആർത്തിയില്ല. അതുവരെ അയാൾക്കുള്ളത് മെന്റൽ ഒബ്സഷൻ മാത്രമാണ്. കുടിക്കുക എന്നുള്ള ചിന്തയാണുള്ളത്. പക്ഷെ അയാൾ പടികൾ ചെയ്യുമ്പോൾ ആ ചിന്തകളിലേക്ക് മാറ്റം വരികയും അയാളെ ഒരു ആരോഗ്യമുള്ള ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും അയാൾക്ക് ഉണ്ടാവുന്നു. അതിനെയാണ് നമ്മൾ ആദ്യം പറഞ്ഞത് സാനിറ്റിയിലേക്ക് അയാൾ വരുന്നു എന്ന് പറയുന്നത്. അപ്പോ മരുന്ന് എന്തിനാണ് ചികിത്സാ രീതി എന്ന് പറയുന്നത് ക്രേവിങ്ങിനാണ് ചികിത്സാ രീതി കണ്ടുപിടിക്കാത്തത്. ഒരാൾക്ക് മറ്റുള്ള പല അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ മരുന്ന് ഇപ്പൊ ലോകത്തുണ്ട്. പ്രത്യേകിച്ച് ആധുനിക വൈദ്യശാസ്ത്രം അതിനെല്ലാം ക്യാപ്പബിൾ ആണ്. നമുക്കൊരു സ്വീകരിക്കേണ്ടത് മാത്രമേ ഉള്ളൂ. മാനസികമായിട്ട് പ്രശ്നമുള്ളവർക്ക് കൗൺസിലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ അതിനുള്ള മരുന്നുകളൊക്കെ ഉണ്ട്, സൈക്കാട്രിക് ചികിത്സകളൊക്കെ ഉണ്ട്. ഈ പുസ്തകം എഴുതുമ്പോൾ ഇതൊന്നുമില്ല. റീഹാബുകളില്ല. വളരെ ചുരുക്കം. ചാൾസ് ബി ടൗൺസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു പ്രശസ്തമായ ഹോസ്പിറ്റൽ ഉണ്ടെങ്കിലും അസൈലങ്ങൾ എന്ന് പറയുന്ന മദ്യപാനം പൂട്ടിയിടുന്ന രീതിയിലുള്ള ചികിത്സാ രീതിയാണ്. അവരോട് ഒരു അവജ്ഞയാണ് സമൂഹത്തിന് അന്നുണ്ടായിരുന്നത്. അപ്പം ഈ ചികിത്സാ രീതി എന്നുള്ള ഒരു ഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് നൽകാണ്. സങ്കല്പിക്കാവുന്ന തരത്തിലുള്ള എല്ലാ പ്രതിവിധികളും ഞങ്ങൾ ശ്രമിച്ചു നോക്കി. സങ്കല്പിക്കാവുന്ന തരത്തിലുള്ള എല്ലാ പ്രതിവിധികളും എന്ന് പറഞ്ഞാല് മദ്യാസക്തിനെ കൊണ്ട് പൂട്ടിയിട്ട് നോക്കി, മദ്യാസക്തിനോ ഒറ്റപ്പെടുത്തി നോക്കി, മദ്യാസക്തിനോട് കയർത്തു നോക്കി, ദേഷ്യപ്പെട്ടു നോക്കി, അവനോട് സെന്റിമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു നോക്കി, അവനോട് കുടുംബം നഷ്ടപ്പെടും, ഭാര്യ നഷ്ടപ്പെടും, മക്കൾ നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞു നോക്കി. ഇവിടെ ഒന്നും അവർക്ക് മനസ്സിലായി. ചിലരുടെ കാര്യത്തിൽ കുറഞ്ഞ കാലയളവിൽ മാത്രം രോഗശമനം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെ തുടർന്ന് എല്ലായ്പ്പോഴും കൂടുതൽ മോശമായ കുടിയാണ് വീണ്ടും ഉണ്ടായിട്ടുള്ളത്. അതായത് പ്രതിവിധികളായ പൊതുസമൂഹം കണ്ടുവരുന്ന അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ പൊതുവെ കണ്ടുവരുന്ന പ്രതിവിധികൾ. മദ്യാസക്തനോട് രാവിലെ എണീറ്റ് വരുമ്പോൾ കയർത്ത് സംസാരിക്കുക, അവനോട് ഇന്നലത്തെ കുടിയെ പറ്റി പറയുക, അല്ലെങ്കിൽ സെന്റിമെന്റൽ ആയിട്ടുള്ള കൊച്ചു കരഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുക. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ മദ്യാസക്തൻ കുറച്ചു നാളത്തേക്കൊക്കെ ഒരുപക്ഷെ കൂടി നിർത്തും. ഞാൻ പണ്ട് എന്റെ ഡോക്ടർ എന്നോട് കൂടി നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ ഭയം കൊണ്ട് കൂടി നിർത്തി. അപ്പൊ സുബോധാവസ്ഥ ഭയം കൊണ്ടും കുറച്ചു കാലത്തേക്കൊക്കെ ഭയം കൊണ്ടും നിർത്താൻ പറ്റും. അപ്പൊ എല്ലാ പ്രതിവിധികളും ഞങ്ങൾ ശ്രമിച്ചു നോക്കി. കുറഞ്ഞ കാലയളവിൽ ഇതൊക്കെ വർക്ക് ചെയ്യും. പക്ഷെ കൂടുതൽ മോശമായ കുടിയാണ് വീണ്ടും ഉണ്ടായിട്ടുള്ളത്. മദ്യപാന രോഗിയെ സാധാരണ നിലയിലുള്ള കുടിയനാക്കി മാറ്റുന്ന തരത്തിൽ എന്തെങ്കിലും കാര്യമോ മരുന്നോ ഇല്ലെന്ന് ഈ രോഗത്തെപ്പറ്റി കൂടുതൽ അറിവുള്ള ഡോക്ടർമാർ സമ്മതിക്കുന്നു. പിന്നീട് നമ്മുടെ ഡോക്ടർ സിൽക്വർത്ത് പോലെ, കാൾജങ് പോലെ മറ്റു ഡോക്ടർമാരും സൈക്കാട്രിക് ഡോക്ടർമാരും ഒക്കെ പറഞ്ഞു വെച്ചാൽ ഇതിന് മരുന്നില്ല. ഭാവിയിൽ ഒരുപക്ഷെ ശാസ്ത്രം എന്തെങ്കിലും ഇതിനൊരു പോംവഴി കണ്ടെത്തിയേക്കാം. എന്നാൽ ഇന്ന് വരെ ശാസ്ത്രത്തിന് അത് കൈവരിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം
ക്രേവിങ് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും സാധാരണ കുടിയിലേക്ക് മാറ്റുന്ന, അല്ലെങ്കിൽ 2 അടിച്ചിട്ട് പിന്നെ ക്രേവിങ് വരാതെ ഇരിക്കുന്ന. എന്താണ് നമ്മുടെ ബേസിക് പ്രശ്നം? 2ഉം 3ഉം അടിക്കുന്ന സോഷ്യൽ ഡ്രിങ്കറെ പോലെയല്ല അമിതമായി കുടിക്കുന്ന ആൽക്കഹോളിക്. നമുക്ക് ഒരു പെഗ് അടിച്ചു, അന്നേരം നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ എന്താണ് ചെയ്യുക? 1 അടിച്ചു കഴിയുമ്പോൾ 2ാമത്തേലേക്ക് പോകും, 2 അടിച്ചു കഴിയുമ്പോൾ 3ാമത്തേലേക്ക് പോകും, 3ാമത്തെ കുടി നമ്മളെ 4ാമത്തെ കുടിക്ക് വേണ്ടി പ്രേരിപ്പിക്കും, 4ാമത്തെ കുടി 5ാമത്തെ കുടിയിലേക്ക് ഇൻസിസ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മൾ കൺട്രോൾ ഇല്ലാണ്ട് പോകും. ഇതാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് 2 അടിച്ചിട്ട് നിർത്താൻ പറ്റുമായിരുന്നു, നമുക്ക് പ്രശ്നമില്ല, സോഷ്യൽ ഡ്രിങ്കർ എന്നാണ് നമ്മൾ വിളിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ റിയൽ ആൽക്കഹോളിക് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ആദ്യത്തെ കുടിയിൽ നിന്ന് മാറി നിൽക്കേണ്ടതിന്റെ ഒരു വലിയ ആവശ്യത്തെ പറ്റിയാണ് ഇവിടെ പറയുക. ഇന്ന് വരെ ശാസ്ത്രത്തിന് അത് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഡ്രിങ്കിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ള ഒരു വ്യംഗ്യ അർത്ഥം കൂടി നമുക്ക് അവിടെ കാണാം. അടുത്ത പാരഗ്രാഫ് വായിക്കാവാ. ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും യഥാർത്ഥ അമിത മദ്യപാന രോഗികളായ ഒരുപാട് പേർ തങ്ങൾ ഈ തരത്തിൽപ്പെട്ടവരാണെന്ന് വിശ്വസിക്കാൻ തയ്യാറാവുകയില്ല. തങ്ങളെ തന്നെ കബളിപ്പിച്ചുകൊണ്ട് പലതവണ സ്വയം പരീക്ഷണങ്ങൾ നടത്തി. തങ്ങൾ ഈ പൊതു തത്വത്തിന് അപവാദമാണെന്നും അതുകൊണ്ട് ഞങ്ങൾ അമിത മദ്യപാന രോഗികളല്ല എന്നും തെളിയിക്കാൻ അവർ ശ്രമിക്കും. നിയന്ത്രണമില്ലാത്ത തരത്തിൽ കുടിച്ചിരുന്ന ആരെങ്കിലും ഒറ്റയടിക്ക് ഒരു മാന്യനെ പോലെ കുടിക്കാൻ പറ്റുന്നവനായി പിന്നീട് മാറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്ക് ഞങ്ങളുടെ ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ. മറ്റുള്ളവരെ പോലെ മദ്യപിക്കാൻ ഞങ്ങൾ എത്ര കഠിനമായും സുദീർഘമായും പരിശ്രമിച്ചിട്ടുണ്ടെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവൂ. താങ്ക് യു. ഞങ്ങൾ അപ്പൊ ഞങ്ങൾ എന്താ, താങ്ക് യു റോമനെ. നമുക്ക് ഒരു പാരഗ്രാഫ് വെച്ച് വായിച്ചു പോവാം, അതായിട്ട് എളുപ്പം. ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും യഥാർത്ഥ അമിത മദ്യപാന രോഗികളെ ഒരുപാട് ഞങ്ങൾ ഈ തരത്തിൽപ്പെട്ടവരാണെന്ന് വിശ്വസിക്കാൻ തയ്യാറാവുകയില്ല. ഇതൊക്കെ റിയൽ ആൽക്കഹോളിക് ആയി മാറിയ ഒരാൾക്ക്, അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള കുടിയിലേക്ക് എത്തിപ്പെട്ട ഒരാൾക്ക്, അല്ലെങ്കിൽ യഥാർത്ഥ അമിത മദ്യപാന രോഗിയായ ഒരാൾക്ക് ഈ റിയൽ ആൽക്കഹോളിക്കും ഹാർഡ് ഡ്രിങ്കറും മോഡറേറ്റ് ഡ്രിങ്കറും ഒക്കെ നമ്മൾ ഇത് കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞതാണ്. അതായത് കുടി തുടങ്ങും, വല്ലപ്പോഴൊക്കെ അവന് കുടി നിർത്താൻ പറ്റും, കുടി നിർത്താനൊക്കെ പറ്റും. പക്ഷെ ഈ റിയൽ ആയിട്ട് ആൽക്കഹോളിക്, അതായത് ഭയങ്കരമായിട്ട് കുടിയിലേക്ക് മാറിയ ഒരാൾക്ക് ഈ പരീക്ഷണങ്ങൾ തന്നെ കബളിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തന്നെ ചീറ്റ് ചെയ്തുകൊണ്ട് അവന് പല പരീക്ഷണങ്ങളൊക്കെ അവൻ നടത്തും. പക്ഷെ പൊതുതത്വത്തിന് അപവാദമാണെന്നും അതുകൊണ്ട് ഞങ്ങൾ അമിത മദ്യപാന രോഗികളല്ല എന്ന് തെളിയിക്കാൻ അവർ ശ്രമിക്കും. പലപ്പോഴും നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. ചേട്ടൻ തന്നെ പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും കുടിക്കാറില്ല, ഞാൻ ഒരു ആൽക്കഹോളിക്കേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുടിക്കുന്നവരുണ്ട്. അതായത് ബിൽ സ്റ്റോറിയില് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. യൂസിങ് ഫോർ ഫൺ, അതായത് നമ്മൾ കുടിച്ചിട്ട് ഡാൻസ് കളിക്കുക, കുടിച്ചിട്ട് മറ്റു പല കാര്യങ്ങളും ചെയ്യുക, അങ്ങനെ ഒരു ഫണ്ണായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ബിൽ ഡബ്ല്യു ആദ്യകാലത്ത്. പിന്നെ ഇങ്ങനെ യൂസിങ് ഫോർ ഫങ്ഷൻ, അതായത് കുടിക്കാൻ വേണ്ടി മാത്രം എപ്പോഴും ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഫീൽ ലൈക്ക് എപ്പോഴും കുടിക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സ്, അങ്ങനെയാണ് യൂസിങ് ഫോർ ഫങ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്താണ് യൂസിങ് ഫോർ ഒബ്ലിവിയൻ. എന്താണ് ഒബ്ലിവിയൻ? ഈ പറയുന്ന പഴയ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് വിസ്മൃതിയിൽ അഴിച്ചുകൊണ്ട് വീണ്ടും 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 അയാൾ കുടിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് ഒബ്ലിവിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങൾ അവര് ബിൽ സ്റ്റോറിയിൽ പറയുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു അമിത മദ്യപാനാസക്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി നമുക്ക് ഫണ്ണില്ല. നമ്മൾക്ക് ആദ്യ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞ പോലെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഡാൻസ് കളിച്ചിരുന്ന കാലം, മ്യൂസിക് കേട്ടിരുന്ന കാലം, കൂട്ടുകാരോടൊപ്പം നല്ല രീതിയിൽ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷിച്ചിരുന്ന ഒരു കാലം നമുക്കിനി തിരിച്ചു വരില്ല എന്നുള്ള സത്യം നമ്മൾ ഈ പാരഗ്രാഫിലൂടെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആദ്യത്തെ കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുള്ളൂ. അത് നിയന്ത്രണമില്ലാത്ത തരത്തിൽ കുടിച്ചെന്ന ആരെങ്കിലും ഒറ്റയടിക്ക് ഒരു മാനിനെ പോലെ കുടിക്കാൻ പറ്റുന്നതിനായി പിന്നീട് മാറേണ്ടത് അയാൾക്ക് അഭിനന്ദനങ്ങൾ എന്നാണ്. അപ്പൊ നമുക്കറിയാം, മാർട്ടിമൻ പറയുന്നത്, ഒരു ദിവസം ഒരു 3 ഡ്രിങ്കെങ്കിലും കഴിച്ചിട്ട് ഒരു 30 ദിവസം നിങ്ങൾക്ക് കുടി നിർത്താൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് അഭിനന്ദനം എന്നാണ്. സാധാരണ രീതിയിൽ നമ്മളൊരു മനുഷ്യനോട് പറയാറില്ലാത്തൊരു വാക്കാണ്. ഞാൻ അങ്ങനെ പറയാറില്ല, നിങ്ങൾ പോയി കുടിച്ചു നോക്ക്, നിങ്ങൾ പോയി ശ്രമിച്ചു നോക്ക് എന്ന് പറയാറില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും പഴമക്കാരൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന്റെ ഒരു സംഗതി ഇതാണ്, അയാൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ വീണ്ടും പോയി കുടിച്ചിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷം വരുമായിരിക്കും അയാളെ സംബന്ധിച്ചിടത്തോളം ഇത് വിശ്വസിക്കാൻ കൂടുതൽ എളുപ്പം. അതായത് ഞാൻ കുടിച്ചാല് എന്റെ മനസ്സിന് ഫിസിക്കലായിട്ടൊരു അലർജി ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു മെന്റൽ ഒബ്സഷൻ ഉണ്ടാകുന്നുണ്ട്. ഇത് തന്നെയാണ് എല്ലാവരും, ഡിനയലാണ്. അതായത് ഈ 2 കാര്യങ്ങളും നിഷേധാത്മക മനോഭാവത്തിലാണ് നമ്മൾ എടുക്കുന്നത്. അത് നമുക്കൊരു നല്ല രീതിയിൽ കുടിക്കാൻ സാധിക്കുമെന്നാണ്
എപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചു. ഞാൻ എപ്പോഴും അങ്ങനെ പ്രതീക്ഷിച്ചു. അവസാനത്തെ എന്റെ 2-3 വർഷത്തെ കുടിയിൽ മുഴുവൻ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചു. ഇന്ന് ഞാൻ കുടിക്കുമ്പോൾ നിയന്ത്രിച്ചു കുടിക്കും, ഇന്ന് ഞാൻ ഒരു ക്വാർട്ടർ മാത്രമേ കുടിക്കുള്ളൂ, അല്ലെങ്കിൽ 2 അടിച്ചിട്ട് പെട്ടെന്ന് വീട്ടിൽ വരും, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ദീർഘനാളത്തെ നമ്മുടെ അനുഭവങ്ങളിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലായി. മറ്റുള്ളവരെ പോലെ എത്ര കഠിനമായിട്ടും സുദീർഘമായിട്ടും നമുക്ക് കുടിക്കാൻ നമ്മൾ ശ്രമിച്ചാല് നടക്കുകയില്ല എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ കുടിയിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് നമ്മൾ നടത്തിയ ശ്രമങ്ങളെ പറ്റി പറയാം. മറ്റുള്ളവരെ കബളിപ്പിച്ചുകൊണ്ട് പരീക്ഷണങ്ങൾ ഒരുപാട് നടത്തി. അപ്പൊ പൊതുവായിട്ടൊരു തത്വത്തിന് അപവാദമാണെന്ന്, അതുകൊണ്ട് ഞങ്ങൾ അമിത മദ്യപാന രോഗികളല്ല എന്ന് തെളിയിക്കാനാണ്. അപ്പൊ നമ്മൾ ആൽക്കഹോളിക് അല്ല എന്നൊരു തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതൊക്കെ ചെയ്തത്. അപ്പൊ അടുത്ത വരിയില് എന്തൊക്കെയാണ് നമ്മൾ ശ്രമിച്ചതെന്നുള്ളതാണ്. നമുക്കറിയാം, ചില ആളുകൾ റീഹാബ് സെന്ററുകളിൽ തുടർച്ചയായിട്ട് പോകും, അല്ലെങ്കിൽ സ്വയം വോളണ്ടറി കമ്മിറ്റ്മെന്റ് എടുക്കും. ഇനി ഞാൻ ഒരിക്കലും കുടിക്കുകയല്ല എന്നുള്ള വോളണ്ടറി കമ്മിറ്റ്മെന്റ് എടുക്കും. പലപ്പോഴും മീറ്റിങ്ങിൽ പോലും സ്ഥിരമായിട്ട് മീറ്റിങ്ങിനൊക്കെ പോയിട്ട് വീണ്ടും വന്നിട്ട് കുടിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം നമുക്കറിയാം, ആദ്യമേ നമ്മൾ പറഞ്ഞു, മീറ്റിങ്ങും സ്റ്റെപ്സും രണ്ടും കൂടി ചേർന്ന സിമെന്റിലാണ് നമ്മൾ ചേർന്ന് നിൽക്കുന്നത്. ആ മിശ്രിതത്തിലാണ് നമ്മൾ പടികൾ എന്ന് പറയുന്ന വീട് നമ്മൾ പണിയുക. 10-12 പടികൾ എന്ന് പറഞ്ഞ വീടുകൾ പണിയുക. അപ്പൊ എന്താണ് ആ സിമെന്റ്? നമ്മൾ ആർച്ചിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ആ സിമെന്റിന്റെ കാര്യം പറയാറുണ്ട്. സിമെന്റ് എന്ന് പറയുന്നത് ഫെലോഷിപ്പും 12 പടികളും ഒരാൾ ചെയ്യുന്നതിന് തുല്യമാണ്. ഫെലോഷിപ്പിംഗ് മാത്രത്തിലൂടെ അയാൾക്ക് സ്വഭാവം പറ്റില്ല. 12 സ്റ്റെപ്പ് മാത്രത്തിലൂടെ അയാൾക്ക് സ്വബോധാവസ്ഥയിലേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ രണ്ടും കൂടി ചേർന്ന ഒരു അവസ്ഥയിലേക്ക് അയാൾ എത്തിച്ചേർന്നത് മാത്രമാണ് അയാൾക്ക് രണ്ടും കൂടി ചേർന്നത്. അപ്പൊ മണലും സിമെന്റും ചേർന്ന ഒരു മിശ്രിതം പോലെ നല്ല സ്ട്രോങ് ആകണമെങ്കിൽ ഇത് രണ്ടും കൂടി ചേരണം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദെയർ ഈസ് എ സൊല്യൂഷനിൽ പഠിച്ചാണ്. അപ്പം നമ്മൾ പരീക്ഷിച്ചു നോക്കിയ ചില കാര്യങ്ങൾ അടുത്ത പാരഗ്രാഫിൽ പറയുന്നുണ്ട്, അത് കേൾക്കാം. റോമൽ. ഞങ്ങൾ പരീക്ഷിച്ചു നോക്കിയ ചില രീതികൾ താഴെ പറയും പ്രകാരമാണ്. ബിയർ മാത്രം കുടിക്കുക, കുടിയുടെ എണ്ണം കുറയ്ക്കുക, ഒരിക്കലും ഒറ്റയ്ക്ക് കുടിക്കാതിരിക്കുക, രാവിലെ ഒരിക്കലും കുടിക്കാതിരിക്കുക, വീട്ടിൽ സുരക്ഷിതരായിരിക്കുക, ജോലി സമയങ്ങളിൽ ഒരിക്കലും കുടിക്കാതിരിക്കുക, പാർട്ടികളിൽ സംബന്ധിക്കുമ്പോൾ മാത്രം കുടിക്കുക, സ്കൂളിന് പകരം ബ്രാൻഡി മാത്രം കുടിക്കുക, ജോലി സമയത്ത് കുടിച്ച് ഉന്മത്തനായാൽ രാജിവെക്കാമെന്ന് സമ്മതിക്കുക, യാത്ര പോവുക, യാത്ര സത്യം ചെയ്തോ അല്ലാതെയോ എടുക്കുക, കൂടുതൽ ശരീര വ്യായാമം ചെയ്യുക, പ്രചോദനം തരുന്ന ഗ്രന്ഥങ്ങൾ വായിക്കുക, ആരോഗ്യം പോകുവാൻ സന്നദ്ധ കാട്ടുക എന്നുവേണ്ട അപാരതയിലേക്ക് നീട്ടിക്കൊണ്ടു പോകുവാനുള്ള പട്ടിക ഞങ്ങൾക്കുണ്ടാകാം. അവിടെ കുറെ കാര്യങ്ങൾ പറയാണ്. അതായത് ബിയർ മാത്രം കുടിക്കുക. ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. ബിയർ മാത്രം കുടിക്കുക, ഞാൻ ബിയറെ കഴിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോഴൊക്കെയാണ് നമ്മൾ അതൊക്കെ എടുത്ത തീരുമാനങ്ങളുടെ ആ ഒരു ഫൂളിഷ്നെസ് അല്ലെങ്കിൽ മണ്ടത്തരം, അതായത് എത്രമാത്രം ആൽക്കഹോൾ ബിയർ ഉണ്ട്, എത്രമാത്രം ആൽക്കഹോൾ വൈനിലുണ്ട്, ഇതൊന്നും പറയുന്നില്ല. വൈൻ മാത്രമേ കുടിക്കുന്നുള്ളൂ, ബിയർ മാത്രമേ കുടിക്കുന്നുള്ളൂ. പക്ഷെ ഞാനൊക്കെ ഒരു 4 വർഷം കുടിയെടുത്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞ് പേടിപ്പിച്ചിട്ട്, ഒരു 4 വർഷം പേടിപ്പിച്ചെന്ന് പറഞ്ഞാൽ എന്റെ ശരീരത്തിന്റെ സ്ഥിതി മോശമായതുകൊണ്ട് കുടി നിർത്താൻ പറഞ്ഞു. അങ്ങനെ ഒരു 3-4 വർഷം കുടിച്ചതിന് ശേഷം ഒരു കൂട്ടുകാരൻ വൈൻ ഓഫർ ചെയ്തപ്പോൾ ഞാൻ കുടിച്ചു. അപ്പൊ അങ്ങനെ നമ്മൾ ബ്രാൻഡുകൾ മാറി നോക്കുക, കുടിയുടെ എണ്ണം കുറയ്ക്കുക. ഞാൻ ഇന്ന് ഒരെണ്ണം മാത്രമേ അടിക്കുന്നുള്ളൂ അങ്ങനെ പറയാ. ഒരിക്കലും ഒറ്റയ്ക്ക് കുടിക്കാതിരിക്കുക. അതായത് ഞാൻ എപ്പോഴും കൂട്ടുകൂടിയേ കുടിക്കുന്നുള്ളൂ, ഒറ്റയ്ക്ക് പോയി കുടിക്കാതിരിക്കുന്ന അവസ്ഥ. ലാസ്റ്റൊക്കെ ഒറ്റയ്ക്ക് കുടിക്കാൻ തുടങ്ങിയിരുന്നു. രാവിലെ ഒരിക്കലും കുടിക്കാതിരിക്കുക. ഞാൻ വളരെ ചുരുക്കം നാളുകളിലാണ് രാവിലെ കുടിച്ചിട്ടുള്ളൂ. ഉച്ച കഴിഞ്ഞ് ഒരു 12 മണിയൊക്കെ കഴിയണം എന്റെ ശരീരത്തിലേക്ക് ഇത്. കാരണം തലേദിവസം 2 മണി വരെ കുടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ 3 മണി വരെ കുടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് രാവിലെ എണീറ്റ്, രാവിലെ എന്ന് പറയാൻ പറ്റില്ല എന്നെ സംബന്ധിച്ചിടത്തോളം, എന്നാലും ഞാനത് കൂട്ടിച്ചേർക്കുകയാണ്. രാവിലെ വളരെ അപൂർവമായിട്ടാണ് എനിക്ക് കുടിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അവസാന കാലഘട്ടങ്ങളിലൊക്കെ കുറെ കാലമൊക്കെ അങ്ങനെ കുടിക്കേണ്ടി വന്നിട്ടുണ്ട്. വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക, അതായത് മദ്യം മേടിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ മാത്രം മേടിക്കുക, കുറഞ്ഞ അളവിലുള്ള സാധനം മേടിച്ചു വെക്കുക. ഇതൊന്നും പിന്നീട് അത് ആ ശരീരത്തിലേക്ക് കയറി കഴിയുമ്പോൾ, ഒരു ക്വാർട്ടർ മേടിച്ചു വെച്ച ദിവസമൊക്കെ, ഫ്രിഡ്ജിൽ മേടിച്ച ദിവസമൊക്കെ ഞാൻ ഓർക്കണ്ടോ, ഉടനെ തന്നെ അടുത്തുള്ള ബാറിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് അവൻ അവന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവന് ബൈക്കിൽ കൊണ്ടു തരും. അങ്ങനെ ബാംഗ്ലൂരൊക്കെ വെച്ച് അങ്ങനെ കൊണ്ടു തന്നതൊക്കെ ഞാൻ ഓർക്കണ്ട. അപ്പൊ ജോലി സമയങ്ങളിൽ ഒരിക്കലും കുടിക്കുക, അതായത് ജോലിക്ക് പോകുമ്പോൾ കുടിക്കാതിരിക്കുക, പാർട്ടികൾ സംബന്ധിക്കുമ്പോൾ മാത്രം കുടിക്കുക, സ്കോച്ചിന് പകരം ബ്രാൻഡേക്കുക. അതായത് പല പാർട്ടികളിൽ പോകുമ്പോൾ ഞാൻ പറയും, ഇവിടെ വെച്ച് ഒരെണ്ണം അടിക്കട്ടെ, എന്നൊരു പാർട്ടിയല്ലേ. അപ്പൊ അവരും കൂട്ടി ഇന്ന് ഒരു ദിവസം അടിക്കട്ടെ ചേച്ചി എന്നൊക്കെ എന്റെ വൈഫിനോട് പറയും. ഒരു ദിവസം അടിക്കട്ടെ, ഇന്നൊരു ദിവസമല്ലേ ഉള്ളൂ. പക്ഷെ തലേദിവസം അടിച്ചത് അതിന് മുമ്പ് അടിച്ച കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകണം. പാർട്ടികൾ സംബന്ധിക്കുമ്പോൾ മാത്രം കുടിക്കുക,
സ്കോച്ചിന് പകരം ബ്രാൻഡി ആക്കുക, നല്ല വൈൻ മാത്രം കുടിക്കുക, നല്ല വൈൻ മാത്രം കുടിക്കുക. ആ, അതായത് ഈ വീട്ടിലുണ്ടാക്കിയ വൈനാണ്, അതിന് പ്രത്യേക കുഴപ്പം. വീട്ടിലുണ്ടാക്കിയ വൈന് പ്രത്യേകം എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ അമ്മ ഉണ്ടാക്കിയ വൈനാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുടിച്ചിട്ടുണ്ട്, ഞാൻ കുടിച്ചിട്ടുണ്ട്. അപ്പൊ ജോലി സമയത്ത് കുടിച്ചുന്മാത്രമായി രാജിവെക്കാമെന്ന് സമ്മതിക്കുക. അപ്പൊ ഇതൊരു വലിയ കാര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലരും നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞു കുടിച്ച് ഉം, കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ജോലി സ്ഥലത്തേക്ക് വിളിച്ചു പറഞ്ഞു ഞാൻ രാജിവെക്കാൻ പോവാണെന്ന്. അങ്ങനെ രണ്ടു മൂന്ന് പേര് നമ്മുടെ കൂട്ടുകാർ തന്നെ ഇവിടെ പറഞ്ഞു. അപ്പൊ ആ രാജിവെച്ചതിന് ശേഷം പിന്നീട് രാവിലെ എണീക്കുമ്പോഴാണ് നമ്മൾ ഓർക്കുക. യാത്ര പോവുക, യാത്ര പോകാതിരിക്കുക, അതായത് കൂട്ടുകാരോടെ യാത്ര പോവുക, ഒറ്റയ്ക്ക് പോകാതിരിക്കുക ഒക്കെ ചെയ്യുക. ഒരിക്കലും കുടിക്കുകയില്ലെന്ന പ്രതിജ്ഞ സത്യം ചെയ്തോ അല്ലാതെയോ. അത് ഞാൻ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. എന്റെ വൈഫിനോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഒരിക്കലും കുടിക്കില്ല കേട്ടോ, ഇനി ഞാൻ എടുക്കുകയല്ല എന്ന് പറഞ്ഞു. കൂടുതൽ ശരീര വ്യായാമം ചെയ്യുക, ചിലപ്പോൾ എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങും. കൂടി നിർത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സസൈസിലേക്ക് നീങ്ങും. മൈൽഡ് എക്സസൈസ് എപ്പോഴും നല്ലതാണ്. ചെറിയ എക്സസൈസ് ശരീരത്തിന് നല്ലതാണെങ്കിലും അതികഠിനമായ ഒരു ശരീര വ്യായാമത്തിലേക്കൊക്കെ ആളുകൾ പെട്ടെന്ന് പോകും. പിന്നെ ഫുഡ് നിയന്ത്രിക്കാൻ തുടങ്ങും, ഡയറ്റിങ് തുടങ്ങും. അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഈ മദ്യപാനത്തെ നിയന്ത്രിക്കാനായിട്ട് ഞാൻ ചെയ്യുന്നതാണ് എന്ന് പ്രചോദിപ്പിക്കാൻ വേണ്ടിയാണ്. പ്രചോദനം തരുന്ന ഗ്രന്ഥങ്ങൾ, പുസ്തകങ്ങൾ വായിക്കുക, ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളിൽ പോവുക, അതായത് റീഹാബോ ഡി അഡിക്ഷൻ സെന്റേഴ്സോ എവിടെയൊക്കെ പോവുക, സ്വയമേ ചികിത്സാലയങ്ങളിൽ പോകാൻ സന്നദ്ധ കാണിക്കുക. അതായത് ഞാൻ ഈ ചികിത്സയ്ക്ക് പൊക്കോളാം, ഞാൻ ഡി അഡിക്ഷനിൽ പൊക്കോളാം എന്ന സ്ഥലത്താണ് എന്ന് വേണ്ട അപാരതകൾ നീട്ടിക്കൊണ്ട് പോകാനുള്ള പട്ടിക ഞങ്ങൾക്കുണ്ടാക്കാം. ഇപ്പൊ ഇതൊക്കെ ഒരു എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. ഇതിനേക്കാളും ഒരുപാട് നമ്മളെ വേണമെങ്കിൽ നീട്ടിക്കൊണ്ട് പോകാം. അടുത്ത് വായിക്കാവോ? ഞങ്ങൾ ആരെയും അമിത മദ്യപാന രോഗിയെന്ന് മുദ്രകുത്തുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ തന്നെ രോഗനിർണയം നടത്താൻ പറ്റും. അടുത്തുള്ള മദ്യഷാപ്പിലേക്ക് കയറുക, എന്നിട്ട് നിയന്ത്രിച്ച് കുടിക്കാൻ ശ്രമിക്കൂ. കുടിക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് നിർത്താൻ ശ്രമിക്കൂ. ഒന്നിലധികം തവണ ഇതിന് ശ്രമിക്കൂ. നിങ്ങളോട് തന്നെ സത്യസന്ധത പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തീരുമാനത്തിലെത്താൻ വൈകേണ്ടി വരില്ല. നിങ്ങളുടെ യഥാർത്ഥ സ്ഥിതിയെക്കുറിച്ച് പൂർണ്ണമായ അറിവ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള എത്ര മോശപ്പെട്ട പരിഭ്രാന്തിയും ഫലപ്രദമായ ഒന്നാണ്. തെളിയിക്കാൻ വഴിയൊന്നുമില്ലെങ്കിലും തുടക്കത്തിലെ തന്നെ ശ്രമിച്ചിരുന്നുവെങ്കിൽ കുടി നിർത്താമായിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ ബുദ്ധിമുട്ട് എന്തെന്ന് വെച്ചാൽ ഇനിയും ധാരാളം സമയം മുന്നിലുള്ള അക്കാലത്ത് തന്നെ കുടി നിർത്തണമെന്ന ആഗ്രഹം അമിത മദ്യപാന രോഗികളിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അമിത മദ്യപാന ശക്തിയുടെ വ്യക്തമായ ലക്ഷണങ്ങൾ കാണിച്ചിരുന്നവരും എന്നാൽ കുടി നിർത്തണമെന്ന അതിശക്തമായ ആഗ്രഹം മൂലം വളരെ കാലം കുടി നിർത്തുവാൻ കഴിയുകയും ചെയ്ത ചില ഉദാഹരണങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരെണ്ണം താഴെ വിവരിക്കുന്നു. ഓക്കെ, അടുത്ത പാരഗ്രാഫില് പറയുന്ന ആദ്യത്തെ സെന്റൻസ് തന്നെ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആരെയും അമിത മദ്യപാന രോഗി എന്ന് മുദ്ര കുത്തുന്നില്ല. നമ്മൾ ആരെയും അമിത മദ്യപാന രോഗിയാണ് എന്ന് പറയാറില്ല. നമ്മളെല്ലാവരും സ്വയം നമ്മൾ ഇവിടെ വന്ന് പറയുകയാണ് ചെയ്യുന്നത് ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്, എന്റെ പേര് ഷിബു എന്നാണ് നമ്മൾ പറയാറുണ്ട്. മറ്റൊരാളെ ഷിബു നീ ഒരു അമിത മദ്യപാന രോഗിയാണെന്ന് പൊതുവെ പറയാറില്ല. നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ തന്നെ രോഗനിർണയം നടത്താൻ പറ്റുമെന്ന് പറയണം. അതായത് എങ്ങനെയാണ് ആ രോഗനിർണയം പറ്റുന്നത്? ഒരു ഉദാഹരണം പറയണം. അടുത്ത ഉള്ള ഒരു മദ്യഷാപ്പിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാറിലേക്കോ കയറുക, എന്നിട്ട് നിയന്ത്രിച്ച് കുടിക്കാൻ ശ്രമിക്കൂ. കുടിക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് നിർത്താൻ ശ്രമിക്കൂ. ഒന്നിലധികം തവണ ഇതിന് ശ്രമിക്കൂ. നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധത പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തീരുമാനത്തിലെത്താൻ വൈകേണ്ടി വരില്ല. നമുക്കറിയാം, ആദ്യത്തെ 1 ഡ്രോപ്പ് ആൽക്കഹോൾ നമ്മുടെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ, ശരീരത്തില് കയറുമ്പോൾ തന്നെ ബ്ലഡ് സ്ട്രീം വഴി അത് ബ്രെയിനിലെത്തുകയും ബ്രെയിൻ വീണ്ടും വീണ്ടും അത് ക്രേവിംഗിലേക്ക് നമ്മൾ നയിക്കുന്നു. വീണ്ടും ആർത്തിയോടുകൂടി കുടിക്കണം. നിങ്ങളുടെ യഥാർത്ഥ സ്ഥിതിയെക്കുറിച്ച് പൂർണ്ണമായ അറിവ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള എത്ര മോശപ്പെട്ട പരിഭ്രാന്തിയും ഫലപ്രദമായ ഒന്നാണ്. അതായത് വീണ്ടും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും കുടിച്ചു നോക്കൂ എന്നാണ് ഇവർ പറയുന്നത്. തെളിയിക്കാൻ വഴിയൊന്നുമില്ലെങ്കിലും തുടക്കത്തിലെ തന്നെ ശ്രമിച്ചിരുന്നെങ്കിൽ കൂടി നിർത്താമായിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. പലപ്പോഴും എയില് മീറ്റിങ്ങിലൊക്കെ വരുന്ന പലരും പറഞ്ഞു ഞാൻ താമസിച്ചു പോയി, ഇച്ചിരിയും കൂടെ നേരത്തെ വരേണ്ടതായിരുന്നു. അപ്പൊ അവന് 25 വയസ്സായിട്ടുള്ളെങ്കിലും അവൻ അങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ 32 വയസ്സായാലും അവൻ അങ്ങനെ പറയുന്നുണ്ട്, 40 വയസ്സായാലും അങ്ങനെ പറയുന്നുണ്ട്, 65 വയസ്സായാലും അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിലുള്ള അവന്റെ ഒരു മനസ്സിലാക്കലിന്റെ ഫലമായിട്ടാണോ അത് പറയുന്നത് എന്ന് പിന്നീട് നമ്മൾ അത്ഭുതപ്പെടും. കാരണം വീണ്ടും അവൻ മോശമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് കാണാം. അല്ലെങ്കിൽ വീണ്ടും കുടിക്കുന്നതായിട്ട് നമ്മൾ അറിയുമ്പോൾ ഇയാൾ തന്നെയല്ലേ ഞാൻ വൈകിപ്പോയി എന്ന് പറയുന്നത്. അപ്പൊ സത്യസന്ധത പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീരുമാനത്തിലെത്താൻ വൈകേണ്ടി വരില്ല. നിങ്ങളുടെ യഥാർത്ഥ സ്ഥിതിയെക്കുറിച്ച് പൂർണ്ണമായ അറിവ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള എത്ര മോശപ്പെട്ട പരിഭ്രാന്തിയും ഫലപ്രദമായ ഒന്നാണ്.
നമുക്ക് ഇതിന് നോളജ് എന്ന് പറയില്ല, അറിവ്. നമ്മളിവിടെ സിന്തറ്റിക് നോളജിനെ പറ്റിയൊക്കെ നമ്മൾ പലപ്പോഴും സംസാരിക്കേണ്ടത്. നമുക്ക് ഈ പുറമേ നിന്നുള്ള അറിവുകളെ കൂടാതെ തന്നെയാണ് നമ്മളുടെ ശരീരത്തിൽ ഇത് ഉപയോഗിച്ചതിന് ശേഷം വരുന്ന അറിവ്. അതിന് കൂടുതൽ വ്യക്തതയുണ്ട്. നമ്മൾ ഒരു തീ കൈകൊണ്ട് തൊടുമ്പോൾ നമുക്ക് പൊള്ളൽ ഉണ്ടാകും എന്നുള്ള അറിവ് കിട്ടി നമ്മൾ തൊട്ട് നോക്കിയപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും കുടിച്ചു നോക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അറിവ് എന്താണ്? എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഞാൻ കുടിച്ചു കഴിയുമ്പോൾ എനിക്ക് അബോധാവസ്ഥയിലേക്ക് എത്തുന്നു. ഞാൻ എന്തൊക്കെയോ പറയുന്നു. ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു. ഞാൻ പല സ്ഥലങ്ങളിലും ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ ഞാൻ പോകുന്നു. ചിലപ്പോൾ അത് നിയമപരമായിട്ട് എന്നെ പിടിച്ചാല് ജയിലിൽ പോകേണ്ട സ്ഥലങ്ങളിൽ പോലും ഞാൻ എത്തുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ വരും. ഇനിയും ധാരാളം സമയം മുന്നിലുള്ള അക്കാലത്ത് തന്നെ കൂടി നിർത്തണമെന്ന ആഗ്രഹം മദ്യപാന രോഗികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു 25-ാമത്തെ വയസ്സിൽ വന്നവനാണ്. അവൻ എന്നാ ചിന്തിക്കുക? ഓ, ഇനിയും നമുക്ക് ധാരാളം സമയമുണ്ട്. അതുകൊണ്ട് തന്നെ അമിത മദ്യപാന രോഗികള് നിർത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ല. 32-ാമത്തെ വയസ്സിലെത്തിയ ഞാനും ആദ്യകാലത്ത് ചിന്തിച്ചിരുന്നത്, എന്തിനാ ഇവരിപ്പോ ഇവര് പറഞ്ഞ പോലെ ഞാൻ കേട്ടിരിക്കുന്നത് അമിത മദ്യപാന രോഗം എന്നൊക്കെ പറഞ്ഞ് കേട്ടിരിക്കുന്നത്, എനിക്ക് ഇനിയും ബാല്യമുണ്ട് എന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ തുടർച്ചയായിട്ടുള്ള മീറ്റിങ്ങിലൂടെയും തുടർച്ചയായിട്ടുള്ള 12 പടികളുള്ള ജീവിത രീതികൾ സ്വീകരിക്കാൻ തയ്യാറായതുകൊണ്ടും ഒരു കാര്യം വ്യക്തമായി, വന്നത് നന്നായി, അല്ലെങ്കിൽ നിന്നത് നന്നായി, ആൽക്കഹോളിസം തുടർച്ചയായി പോയത് നന്നായി എന്ന് പറയുന്നു. അപ്പം ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, എന്താണ് ബുദ്ധിമുട്ടെന്ന് പറയാണ്. ഇനിയും, അതായത് ഒരുപാട് സമയം മുന്നിലുള്ള അക്കാലത്ത് തന്നെ കൂടി നടത്തണമെന്ന ആഗ്രഹം അമിത മദ്യപാന രോഗികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതായത് വളരെ നേരത്തെ നമ്മൾ ആൽക്കഹോളിസത്തിൽ എത്തുമ്പോൾ നമുക്കൊരു തോന്നലുണ്ടാവും. എനിക്ക് 32-ാമത്തെ വയസ്സിലുണ്ടായ തോന്നൽ തന്നെ ചിലപ്പോൾ ഒരു 22 വയസ്സുകാരൻ വന്നു കഴിയുമ്പോൾ അവന് തോന്നും, ഇനിയും സമയമുണ്ട്, ഇനിയും നിർത്താൻ സമയമുണ്ടല്ലോ, ഇനിയും മുന്നോട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു സമയം അവന്റെ മുന്നിലുള്ളത് അക്കാലത്ത് തന്നെ കൂടി നിർത്തണമെന്ന ആഗ്രഹം അമിത മദ്യപാന രോഗികളിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത്. അപ്പൊ നമുക്കൊരു ആഗ്രഹം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അടുത്ത 2-3 ഉദാഹരണങ്ങൾ, അതായത് ഇനി മുന്നേ 30 വയസ്സുള്ള ഒരാള് അങ്ങനെയൊക്കെ പറഞ്ഞ 2-3 ഉദാഹരണങ്ങൾ പറയാണ്. അമിത മദ്യപാന ലക്ഷ്യയുടെ വ്യക്തമായ ലക്ഷണങ്ങൾ കാണിച്ചു തരുവാനും കൂടി നിർത്തണമെന്ന അതിശക്തമായ ആഗ്രഹം മൂലം വളരെ കാലം കൂടി നിർത്തുവാൻ കഴിയുകയും ചെയ്ത ചില ഉദാഹരണങ്ങളാണ് ഇവിടെ നമ്മൾ ഇനി വിവരിക്കുന്നത്. അപ്പോ മെൻ അറ്റ് 30 എന്നാണ് ആദ്യത്തെ ഉദാഹരണം. അതായത് 30 വയസ്സുള്ള ഒരാള്. ഈ ഇത് ഓക്കെ, വായിക്കാവോ? 30 വയസ്സുള്ള ഒരാൾ കാര്യമായി കുടിച്ചു കൂത്താടുകയായിരുന്നു. കൂത്താടലുകൾക്ക് ശേഷം രാവിലെ അയാൾ വിറയ്ക്കുവാനും വിറയൽ ശാന്തപ്പെടാൻ വീണ്ടും കൂടുതൽ കുടിക്കുന്നവനുമായിരുന്നു. ബിസിനസ്സിൽ ഉയരണമെന്ന ആഗ്രഹമുണ്ടായിരുന്ന അയാൾ കുടി തുടർന്നാൽ താനെങ്ങും എത്തുകയില്ല എന്ന് മനസ്സിലാക്കി. ഒരിക്കൽ കുടി തുടങ്ങിയതോടെ പിന്നീട് ഒരു തരത്തിലുള്ള നിയന്ത്രണവും കുടിയുടെ മേൽ ഉണ്ടായിട്ടില്ല. വ്യവസായത്തിൽ നല്ല ഉയർച്ച ഉണ്ടാക്കി താൻ വിരമിക്കുന്നതുവരെ ഒരു തുള്ളി മദ്യം പോലും കഴിക്കുകയില്ലെന്ന് അയാൾ തീരുമാനിച്ചു. ഒരു അസാമാന്യമായ ഈ മനുഷ്യൻ അടുത്ത 25 വർഷക്കാലം ഒരു തുള്ളി മദ്യം പോലും കഴിക്കാതെ ബിസിനസിന്റെ വിജയം കൈവരിച്ചു. സന്തോഷത്തോടെ തൻ്റെ 55-ാം വയസ്സിൽ അയാൾ ബിസിനസ്സിൽ നിന്ന് വിരമിച്ചു. ദീർഘകാലത്തെ മദ്യം കുടിക്കാത്ത സ്ഥിതിയും സ്വയം നിയന്ത്രണവും സാധാരണക്കാരെ പോലെ കുടിക്കാൻ യോഗ്യത ഉണ്ടാക്കുകയും എന്ന എല്ലാ അമിത മദ്യപാന രോഗികൾക്കും ഉണ്ടാവുന്ന ചിന്തയും അയാളെ കീഴടക്കി. അയാളുടെ പരവതാനിയിൽ ചെരുപ്പുകളും കുപ്പിയും ഉടനെ വന്നു. 2 മാസം കൊണ്ട് പരവശനായും അപമാനിതനായും അയാൾ ആശുപത്രിയിലെത്തി. ആശുപത്രിയിലേക്ക് പലതവണ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാൾ കുടി നിയന്ത്രിക്കാൻ പല രീതിയിലും ശ്രമിച്ചു നോക്കി. അതിനുശേഷം എല്ലാവിധ ശക്തിയും സംഭരിച്ചുകൊണ്ട് അയാൾ കുടി പാടെ നിർത്താൻ ശ്രമിച്ചു. പക്ഷെ പറ്റിയില്ല. അയാളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് പണം കൊണ്ട് സാധിക്കാവുന്ന ഏത് രീതിയും കൈക്കൊള്ളാൻ അയാൾക്ക് സാധ്യമായിരുന്നു. എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. ബിസിനസ്സിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് നല്ല കരുത്തനായിരുന്ന അയാൾ വളരെ പെട്ടെന്ന് തന്നെ നശിക്കുകയും 4 വർഷത്തിനുള്ളിൽ മരിക്കുകയും ചെയ്തു. താങ്ക് യു. അപ്പൊ മെൻ അറ്റ് 30 ഇത് നമുക്കൊരു ഉദാഹരണമാണ്. ഇത് ഈ കഥ, അല്ലെങ്കിൽ ഇയാളുടെ കഥ പറയുന്നത് ദ കോമൺ സെൻസ് ഓഫ് ഡ്രിങ്കിങ്. അതിൽ അത് 1933 റിച്ചാർഡ് പിബോഡി എന്ന് പറയുന്ന 41-ാമത്തെ വയസ്സിലെ ആൽക്കഹോളിസം കൊണ്ട് മരിച്ച പിബോഡി എന്ന് പറയുന്ന ആള് എഴുതിയ പുസ്തകത്തിൽ നിന്നാണ് ഈ കഥ എടുത്തിട്ടുള്ളത്.
അതായത് നമ്മുടെ ബുക്ക് എഴുതുന്നത് 1939-ലാണെങ്കിലും 1930 മുതൽ തന്നെ പല പുസ്തകങ്ങളും എന്താ കോമൺ സെൻസ് ഓഫ് ഡ്രിങ്കിങ് എന്നൊക്കെ പറയുന്ന പുസ്തകമൊക്കെ പലപ്പോഴും നമ്മുടെ അമേരിക്കയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പുസ്തകത്തില് പിബോഡി ഇതുപോലെ കുടിച്ചു. അദ്ദേഹം ഞാൻ ഓർക്കുന്ന കഥ ഇങ്ങനെയാണ്. പിബോഡി നിർബന്ധിത സൈനിക സേവനത്തിനായി പോയതിനു ശേഷം അവിടെ വെച്ച് വീണ്ടും കുടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വൈഫൊക്കെ ഡൈവേഴ്സായി. അതിനുശേഷം ഇദ്ദേഹം ആൽക്കഹോളിക്, അതായത് മോഡറേറ്റ് ഡ്രിങ്കറിൽ നിന്ന് ആൽക്കഹോളിക്കായി മാറിയ ഇയാൾ ഇമ്മാനുവൽ മൂവ്മെന്റ് എന്ന് പറയുന്ന ഓക്സ്ഫോർഡ് ഗ്രൂപ്പിനൊക്കെ മുമ്പ് അമേരിക്കയിലുണ്ടായ ഒരു ഇമ്മാനുവൽ മൂവ്മെന്റിൽ വെച്ച് മദ്യാസക്തിയെ പറ്റി മനസ്സിലാക്കുകയും അദ്ദേഹം കുടി നിർത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ദ കോമൺ സെൻസ് ഓഫ് ഡ്രിങ്കിങ് എന്നാണ്. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. PDF ഫോം ഒക്കെ ഉണ്ട് ആ ബുക്കിന്റെ. ദ കോമൺ സെൻസ് ഓഫ് ഡ്രിങ്കിങ്, കുടിയുടെ സാമാന്യ ബുദ്ധി, അങ്ങനെയാണ് അത്, നമുക്ക് അങ്ങനെ പറയാം. അപ്പൊ ഈ പിബോഡി ഈ പറയുന്ന 30 വയസ്സുള്ള ഒരാളുടെ കാര്യം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കുടി തുടങ്ങി കഴിഞ്ഞ ശേഷം അദ്ദേഹം പെട്ടെന്ന് തന്നെ മറ്റൊരു ആൽക്കഹോളിക് ഡിഫിക്കൽട്ടീസ്, അതായത് മദ്യത്തിന്റെ ഈ പറയുന്ന ഇത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും അദ്ദേഹത്തിന്റെ പണവും എല്ലാം നഷ്ടപ്പെട്ട് ഒരു 3 വർഷം കൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ അയാൾ മരിക്കുകയും ചെയ്തതായിട്ട് ഒരു കഥ പറയുന്നുണ്ട്. ഈ കഥയുടെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ബിൽ ഡബ്ല്യു നമ്മളെ ഇവിടെ ഈ കഥയിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് 30 വയസ്സുള്ള ഒരാൾ, ഇപ്പൊ ഒരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയണം. പലരുടെയും എക്സാമ്പിൾ ജിമ്മിന്റെ പറയുന്നുണ്ട്, ഫ്രെഡിന്റെ പറയുന്നത്. അപ്പൊ ആദ്യത്തെ എക്സാമ്പിൾ മെൻ അറ്റ് 30 എന്നുള്ളതാണ് പൊതുവെ നമ്മൾ പറയുക. അപ്പൊ ആ 30 വയസ്സുള്ള ആൾ കുടിച്ചു കൂത്താടുകയാണ്. കൂത്താടുകൾക്ക് ശേഷം രാവിലെ അയാൾ വിറയ്ക്കുന്നവനും പുറകിൽ ശാന്തപ്പെടാൻ വീണ്ടും കൂടുതൽ കുടിക്കുന്നവനുമായിരുന്നു. അപ്പൊ 30 വയസ്സ് വരെയുള്ള കഥയാണ്, 30 വയസ്സ് മുതലുള്ള കഥയാണ് പറയുക. അപ്പൊ 30 വയസ്സിന് മുമ്പേ അയാൾ കുടിച്ചിട്ടുണ്ടാകണം. അയാളുടെ ശരീരമൊക്കെ വറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബിസിനസ്സിൽ ഉയരണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അയാൾ കുടി താനെങ്ങും എത്തുകയില്ല എന്ന് മനസ്സിലായി. അപ്പൊ അയാൾ ബിസിനസ്സിൽ താല്പര്യമുള്ളതുകൊണ്ട് കുടി നിർത്തി. ഒരിക്കൽ കുടി തുടങ്ങിയതോടെ പിന്നീട് ഒരു തരത്തിലുള്ള നിയന്ത്രണം കുടിയുടെ മേൽ ഉണ്ടായില്ല. അപ്പൊ അയാൾ വീണ്ടും കുടിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? അയാൾക്ക് നിയന്ത്രണം ഉണ്ടായില്ല. വ്യവസായത്തിൽ നല്ല ഉയർച്ച ഉണ്ടായി താൻ വിരമിക്കുന്നത് വരെ ഒരു തുള്ളി മദ്യം പോലും കഴിക്കരുതെന്ന് അയാൾ തീരുമാനിച്ചു. അതായത് അദ്ദേഹത്തിന് ഒരു പ്രത്യേക ലക്ഷ്യം ഉണ്ടായിരുന്നു. ചില ഈ കച്ചവടത്തില് നല്ല ഒരു ഇതുണ്ടാകുന്നവരെ കുടിക്കില്ല എന്ന് തീരുമാനിച്ചു. ഒരു അസാമാന്യനായ ഈ മനുഷ്യൻ അടുത്ത 25 വർഷക്കാലം ഒരു തുള്ളി മദ്യം പോലും കഴിക്കാതെ ബിസിനസ്സിൽ വിജയം കൈവരിച്ചു. അപ്പൊ നമ്മള് 25 വർഷം കംപ്ലീറ്റ് ആബ്സ്റ്റിനൻസ്, മദ്യത്തിൽ നിന്ന് അയാള് മാറി നിന്നു. ഒരു സന്തോഷത്തോടെ തന്റെ 55-ാം വയസ്സിൽ അയാൾ ബിസിനസ്സിൽ നിന്ന് വിരമിച്ചു. ഇപ്പൊ 30 വയസ്സിൽ അയാൾ കുടി നിർത്തി. 30 വയസ്സായ കുടിച്ചിരുന്ന അയാൾ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് കുടി നിർത്തിയതിനു ശേഷം അടുത്ത 55 വയസ്സ് വരെ കുടിക്കാതിരുന്നു. 25 വർഷക്കാലം. ദീർഘകാലത്തെ മദ്യം കുടിക്കാത്ത അവസ്ഥയും സ്വയം നിയന്ത്രണവും സാധാരണക്കാരെ പോലെ കുടിക്കാൻ യോഗ്യതയുണ്ടാക്കുന്ന ചില അമിത മദ്യപാന രോഗികൾക്ക് ഉണ്ടാകുന്ന ചിന്തയും അയാളെ കീഴടക്കി. അയാളുടെ പരവതാനികൾ, ചെരുപ്പുകളും കുപ്പികളും ഉടനെ വന്നു. 2 മാസം കൊണ്ട് പരവശനായ അപമാനിതനായ അയാൾ ആശുപത്രിയിൽ എത്തി. അപ്പൊ നമ്മൾ ആദ്യമേ കണ്ട ആ ചിന്തയാണ് അയാൾക്ക് വരുന്നത്, അല്ലേ? സ്വയം നിയന്ത്രണം ഉണ്ടാക്കാൻ പറ്റും. മദ്യം കുടിക്കാത്ത ഒരു കംപ്ലീറ്റ് ആബ്സിനൻസ് മാത്രമാണ് ഇവിടെ. ഇതൊരു ബേസ്ഡ് ഓൺ റിയൽ പീപ്പിൾ, അതായത് ഒരു ശരിക്കും ഒരാൾക്ക് പറ്റിയ അബദ്ധങ്ങൾ കടമെടുത്തിട്ടാണ് നമ്മൾ ബുക്കിൽ ഇത് പറയുന്നത്. അപ്പൊ കോമൺ സെൻസ് ഓഫ് ഡ്രിങ്കിങ്ങിൽ പറയുന്നത് ഇയാള് 25 വർഷം കുടിക്കാതിരുന്നു, കംപ്ലീറ്റ് ആബ്സിനൻസ് ഉണ്ടായി. അപ്പൊ നമ്മൾ അന്ന് ഇച്ചിരി മുമ്പ് പറഞ്ഞ പോലെ അച്ചാറിട്ട മാങ്ങ വീണ്ടും ആ മാങ്ങ ആവുന്നില്ലെന്ന് പറഞ്ഞ പോലെ അയാൾക്ക് പക്ഷെ തോന്നി എനിക്ക് വീണ്ടും കുടിക്കാൻ കഴിയും. ഫിസിക്കൽ അലർജിയെ പറ്റിയൊന്നും അയാൾക്ക് അറിയത്തില്ല. അയാളുടെ ചിന്തയിലേക്ക് വന്നത് എനിക്ക് കുടിക്കാൻ കഴിയുമെന്നാണ്. അപ്പൊ റിയൽ ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകൾക്ക് ഈ ചിന്ത വരും. ഒരു മാനസികമായിട്ടൊരു ട്വിസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഒരു മാറ്റം, അതായത് എനിക്ക് കുടിക്കാൻ കഴിയും. നമ്മളന്നേരം മറ്റ് ജയിൽ, ഡെത്ത് ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും നമ്മൾ അവിടെ ചിന്തിക്കാൻ പോകുന്നില്ല. കുടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ കുടിയും കുടിക്കുന്നു. അപ്പൊ ഇവിടെ റെസ്റ്റ്ലെസ് ഇറിറ്റബിൾ ഡിസ്കണ്ടന്റ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നമുക്ക് വേണമെങ്കിൽ എടുക്കാം. കാരണം 25 വർഷം അയാൾ കുടി നിർത്തി, പക്ഷെ അയാളുടെ പ്രവർത്തനത്തില് ഒക്കെ ചിലപ്പം ഈ RID ഫാക്ടർ വന്നത് എന്താണ്? അസ്വസ്ഥൻ, ചുണ്ടിക്കാരൻ, അസംതൃപ്തൻ ആയി കാണും. നമുക്ക് കുടി നിർത്താൻ നമ്മൾ സ്റ്റെപ്പ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ വളരെ അസ്വസ്ഥനാവും, ചുണ്ടിക്കാരനാവും, അസംതൃപ്തനാവും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇയാൾക്കും സാധാരണ പോലെ കുടിക്കാൻ യോഗ്യത ഉണ്ടാവുന്ന ചില
അമിത മദ്യപാന രോഗികൾക്കുണ്ടാകുന്ന ചിന്തയെ അയാളുടെ പരവതാനി ചെരുപ്പുകളും കുപ്പികളും ഉടനെ വന്നു. ഈ ചെരുപ്പുകളും കുപ്പികളും ഉടനെ വന്നു എന്ന് പറഞ്ഞാൽ മറ്റു കൂട്ടുകാരും വന്നു, ഒരുപാട് കുപ്പിയും വന്നു. 2 മാസം കൊണ്ട് പരവശനായും അയാള് ആശുപത്രിയിൽ പ്രവേശിച്ചു. വീണ്ടും ആശുപത്രിയിൽ പോയി. ആശുപത്രിയിൽ പലതവണ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാൾ കുടി നിയന്ത്രിക്കാൻ പല രീതിയിലും ശ്രമിച്ചു നോക്കി. അപ്പൊ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, പക്ഷെ കുടി നിയന്ത്രിക്കാൻ പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അയാൾ കുടി നിർത്തുന്നുകൊണ്ടേയിരിക്കും. അതിനുശേഷം എല്ലാവിധ ശക്തിയും സംബന്ധിച്ച് അയാൾ കുടി പാടെ നിർത്താൻ ശ്രമിച്ചു. പക്ഷെ പറ്റിയില്ല. അയാളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് പണം കൊണ്ട് സാധിക്കാവുന്ന എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ അയാൾക്ക് സാധിക്കുമായിരുന്നു. അതായത് നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഒരാളായിരുന്നു. എന്ത് ശ്രമങ്ങളും സാധിക്കുമായിരുന്നു. പക്ഷെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. ബിസിനസ് നിന്ന് വിരമിക്കുന്ന സമയത്ത് നല്ല കരുത്തനായ അയാൾ വളരെ പെട്ടെന്ന് തന്നെ നശിക്കുകയും 4 വർഷത്തിനുള്ളിൽ മരിക്കുകയും ചെയ്തു. അപ്പൊ അയാൾ 4 വർഷത്തിനുള്ളിൽ മരിച്ചു എന്നാണ്. അപ്പൊ 55 എന്നാലും 59-ാമത്തെ വയസ്സിലെ അദ്ദേഹം പെട്ടെന്ന് മരിച്ചു എന്നതാണ്. അപ്പൊ ജയിൽ ഡെത്ത് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ എത്ര കാലം നമ്മൾ ആബ്സിനൻസ് ആയാലും 25 വർഷം ആയാലും 20 വർഷം ആയാലും 16 വർഷം ആയാലും 10 വർഷം ആയാലും 5 വർഷം ആയാലും നമ്മൾക്ക് വീണ്ടും മറ്റേ കാലുകൾ വളരുന്നില്ല എന്ന് പറയുന്നത് പോലെ, മുറിഞ്ഞുപോയ കാലുകൾ വളരുന്നില്ല എന്ന് പറയുന്നത് പോലെ, നമുക്ക് റിയൽ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാൾക്ക്, ഒരു പ്രോബ്ലം ഡ്രിങ്കർ ആയിട്ടുള്ള ഒരാൾക്ക് ഈ ഫിസിക്കൽ അലർജി മാറുകയോ മെന്റൽ ഒബ്സഷൻ മാറുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഒരു നോർമൽ സാധാരണ മനുഷ്യരെ പോലെ നമുക്ക് കുടിക്കാൻ സാധിക്കുകയില്ല. അതാണ് ഇതിനകത്ത് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ കഥയിൽ നിന്റെ സെന്റർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആബ്സ്റ്റിനൻസ് അല്ല. അത് മാത്രമല്ല പ്രോഗ്രാമിന് വേണ്ടത്. മദ്യത്തിൽ നിന്ന് മാറി നിൽക്കണം. അതോടൊപ്പം തന്നെ പ്രോഗ്രാം ചെയ്യുക കൂടി ചെയ്താൽ മാത്രമാണ് നമുക്ക് കൂടുതൽ ശക്തിയോടുകൂടിയുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്താണ്? ഫിസിക്കൽ അലർജി, മെന്റൽ ഒബ്സഷൻ. ഈ രണ്ടും നമ്മൾ ഒരിക്കലും മറക്കരുത്. എത്ര വർഷക്കാലം കുടിക്കാതിരുന്നാലും ഈ പറയുന്ന ഫിസിക്കൽ അലർജി നമ്മളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ല. കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് വരും. മെന്റൽ ഒബ്സഷൻ നമ്മളോടൊപ്പം ഉണ്ട്. അത് നമ്മൾ കാലാകാലങ്ങളായിട്ടുള്ള പടികളിലൂടെ ഡെയിലി ബേസിസ് ചെയ്യുന്നതോടൊപ്പം ഇത് പതുക്കെ നമ്മൾ അറസ്റ്റ് ചെയ്ത് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അടുത്ത ഭാഗത്ത് ഇതിന്റെ ഒരു വിവരണം കൊടുക്കുന്നുണ്ട്. അത് വായിക്കാം. ഈ സംഭവത്തിൽ ശക്തിയായ ഒരു പാഠം അടങ്ങിയിരിക്കുന്നു. ദീർഘകാലം കുടിക്കാതെ ഇരുന്നതിന് ശേഷം സാധാരണ മട്ടിൽ കുടിക്കാമെന്ന് ഞങ്ങളിൽ മിക്കപേരും വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇതാ ഒരു മനുഷ്യൻ തൻ്റെ 55-ാമത്തെ വയസ്സിൽ എത്തിയതിനു ശേഷവും അയാൾ 30-ാം വയസ്സിൽ എവിടെയായിരുന്നുവോ അവിടെ തന്നെ നിൽക്കുന്നു. ഒരിക്കൽ അമിത മദ്യപാന രോഗിയായി പോയാൽ സദാ മദ്യപാന രോഗിയായിരിക്കും എന്ന് വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് തെളിവായി. കുറച്ചു കാലം കുടിക്കാതെ ഇരുന്നതിന് ശേഷം വീണ്ടും മദ്യപാനം തുടങ്ങിയാൽ ഒട്ടും വൈകാതെ വീണ്ടും ഞങ്ങൾ പണ്ടത്തെ എന്ന പോലെ മോശമായ അവസ്ഥയിലെത്തുന്നു. നമുക്ക് കുടി നിർത്തണമെന്ന ഉദ്ദേശമുണ്ടെങ്കിൽ എന്നെങ്കിലും തങ്ങൾ മദ്യത്തോട് പ്രതിരോധ ശക്തിയുള്ളവരോ തീരുമെന്ന് മുൻവിധികളോ മനസ്സിൻ്റെ ചാഞ്ചാട്ടങ്ങളോ പാടില്ല. ഈ മനുഷ്യൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് അയാൾ നിർത്തിയതുപോലെ തങ്ങൾക്കും മദ്യപാനം നിർത്തണമെന്ന് ചെറുപ്പക്കാർ പ്രോത്സാഹിക്കപ്പെട്ടേക്കാം. ഇവരിൽ ആർക്കെങ്കിലും ഇത് സാധ്യമാകുമോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം അവർക്ക് ഓരോരുത്തർക്കും കുടി നിർത്തണമെന്ന് യഥാർത്ഥത്തിൽ ആഗ്രഹമുണ്ടാവില്ല. എന്നു മാത്രമല്ല, മദ്യപാനാസക്തി മൂലം ആർജിച്ച മാനസിക ചായ്വ് നിമിത്തം അവരിൽ ഒരാൾക്ക് പോലും ഇതിൽ വിജയിക്കാനുമായില്ല. ഞങ്ങളുടെ കൂട്ടത്തിലെ 30-ഉം അതിൽ കുറവും പ്രായമുള്ള പലരും വളരെ കുറച്ചു കാലമേ കുടിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും 20-ഉം അതിൽ കൂടുതൽ വർഷങ്ങളായി കുടിച്ചിരുന്നവരെ പോലെ തന്നെ നിസ്സഹായാവസ്ഥയിൽ ഞങ്ങളെത്തിയെന്ന് അവർക്ക് ബോധ്യമായി. ഓക്കെ. അപ്പൊ ആ 30 വയസ്സുള്ള അയാളെ പറ്റി വീണ്ടും പറയാണ്. അതിനകത്തൊരു പാഠം ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ള. അപ്പൊ നമുക്കറിയാം ഇതൊരു എഡ്യൂക്കേഷൻ ആണ്. ബിഗ് ബുക്ക് എപ്പോഴും ഒരു പഠന ബുക്കാണ്. ടെക്സ്റ്റ് ബുക്ക് എന്നാണ് ബിഗ് ബുക്കിന് പറയാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബുക്കില് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഉദാഹരണത്തിലുള്ള ഒരു പാഠം അടങ്ങിയിട്ടുണ്ട്. ദീർഘകാലം കുടിക്കാതിരുന്ന ശേഷം സാധാരണ മട്ടിൽ കുടിക്കാമെന്ന് ഞങ്ങളിൽ മിക്കപ്പോഴും വിശ്വസിച്ചിരുന്നു. അതായത് ഞാൻ 4 വർഷം കുടിക്കാതിരുന്നതിന് ശേഷം ഞാൻ വൈൻ കഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് സാധാരണ മട്ടിൽ കുടിക്കാമെന്നാണ്. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ പഴയ അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ ഇവിടെ പറയുന്നത് ഈ 55-ാമത്തെ വയസ്സിൽ എത്തിയതിനു ശേഷവും അയാൾ 30-ാം വയസ്സിൽ എവിടെയായിരുന്നു അവിടെ തന്നെ നിൽക്കുന്നു എന്നാണ്. എത്ര ദീർഘകാലം! അപ്പൊ 25 വർഷമല്ല, 30 അല്ല, 40 അല്ല, 50 അല്ല, 60 അല്ല, 70 വർഷം കാലം കുടിക്കാതെ ഇരുന്നാലും വീണ്ടും കുടിക്കുകയാണെങ്കിൽ വീണ്ടും ബാക്ക് ടു ദാറ്റ് പോയിന്റ്. അതിൽ ആ പാമ്പും കോണിയും കളിക്കുമ്പോൾ പാമ്പ് വിഴുങ്ങുമ്പോൾ നമ്മൾ താഴെ പോയി കിടക്കുന്ന പോലെ അതുപോലെ തന്നെ വീണ്ടും പോകും. ഒരിക്കൽ അമിത മദ്യപാന രോഗിയായി പോയാൽ സാധാ മദ്യപാന രോഗിയായിരിക്കും എന്ന് വീണ്ടും വീണ്ടും ഞങ്ങൾ ഇതിൽ വരും. വൺസ് ആൻ ആൽക്കഹോളിക് ഓൾവേസ് ആൻ ആൽക്കഹോളിക്. അതായത് നമ്മൾ ഇത് എപ്പോഴും പറയാറുള്ളതാണ്. വൺസ് ആൻ ആൽക്കഹോളിക് ഓൾവേസ് ആൻ ആൽക്കഹോളിക്. ഇത് നമ്മൾ നമ്മുടെ തലയിൽ രജിസ്റ്റർ ചെയ്തിടണം. അതായത് ഒരു അമിത മദ്യപാന രോഗിയായി പോയാൽ സദാ
മദ്യപാന രോഗിയായിരിക്കുക എന്ന് വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് പറയുന്നു. അതായത് എപ്പോഴും അവൻ മദ്യപാന രോഗിയായിരിക്കും, എപ്പോ കുടിച്ചാലും അവൻ മദ്യപാന രോഗിയായിരിക്കും. അതുകൊണ്ട് എത്ര കാലം കുടിക്കാതിരുന്നാലും നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് കുടിച്ചാൽ വീണ്ടും പഴയ രീതി കുടിക്കാമെന്ന് നമുക്ക് വിചാരിക്കരുന്നതിന് തെളിവായിട്ട് മാറിയത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫസ്റ്റ് ഡ്രിങ്ക് ഡസ്റ്റ് ഡാമേജ് എന്നുള്ള ഒരു ഉദാഹരണത്തിന് വേണ്ടി തന്നെയാണ് ബിൽ ഡബ്ല്യു ഇതെടുത്തത്. കുറച്ചു കാലം കുടിക്കാതിന് ശേഷം വീണ്ടും മദ്യപാനം തുടങ്ങിയാൽ ഒട്ടും വൈകാതെ വീണ്ടും ഞങ്ങൾ പണ്ടത്തെ പോലെ എന്ന പോലെ മോശമായ അവസ്ഥയിലെത്തുന്നു. അപ്പൊ വീണ്ടും കുടിച്ചാല് മോശമായ അവസ്ഥയിലെത്തും. നമുക്ക് കുടി നിർത്തണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ എന്തെങ്കിലും തങ്ങൾ മദ്യത്തിനോട് പ്രതിരോധ ശക്തിയുള്ളവരായി തീരുന്നുവെന്ന് മുൻവിധികളോ മനസ്സിന്റെ ചാഞ്ചാട്ടങ്ങളോ പാടില്ല. നമ്മളോട് പറയാണ്, നിങ്ങൾക്ക് കുടി നിർത്തണമെന്ന ഉദ്ദേശം ഉണ്ടെങ്കിൽ, അതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ മദ്യത്തിനോട് ഒരു പ്രതിരോധ ശക്തി ഉള്ളതായിട്ട് നമുക്കുണ്ട് എന്നുള്ള മുൻവിധികളോ മനസ്സിന്റെ ചാഞ്ചാട്ടങ്ങളോ പാടില്ല. ഈ മനുഷ്യന്റെ അനുഭവത്തിന്റെ വെളിച്ചം സ്വന്തം ഇച്ഛാശക്തി അയാൾ നിർത്തിയതുപോലെ തങ്ങൾക്കും മദ്യപാനം നിർത്താമെന്ന് ചെറുപ്പക്കാർ പ്രോത്സാഹിപ്പിക്കപ്പെട്ടേക്കാം. ഇപ്പൊ ഇയാള് നിർത്തിയവർ 30 വർഷം 25 വർഷം നിർത്തിയില്ലേ, തങ്ങൾക്ക് നിർത്താൻ പറ്റുമെന്ന് ബോധ്യപ്പെട്ടേക്കാം. വീട്ടിൽ ആർക്കും ഇത് സാധ്യമാകുമെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇപ്പൊ ബിഗ് ബുക്ക് എഴുതിയവർ പറയാണ്, അയാൾ ചെയ്ത പോലെ നമുക്ക് 25 വർഷം പോലും നിർത്താൻ പറ്റുമെന്ന് നമുക്ക് സംശയമുണ്ട്. കാരണം അവർക്ക് ഓരോരുത്തർക്കും കൂടി നിർത്തണമെന്ന് യഥാർത്ഥത്തിൽ ആഗ്രഹം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, മദ്യപാനാസക്തി മൂലം ആർജിച്ച മാനസിക ചായ്വ് മൂലം അവരിൽ ഒരാൾക്ക് പോലും അതിൽ വിജയിക്കാനാവില്ല. മാനസിക ചായ്വ് അല്ലെ, മനസ്സിൽ നിന്ന് വിട്ടുപോകാത്ത വിചാരം, എന്തിനോടെങ്കിലും എന്ന് പറഞ്ഞ പോലെ മദ്യത്തിനോടുള്ള ഒരു അമിതമായ ഇഷ്ടം, മദ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു മെന്റൽ ഒബ്സഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞ ഒരാൾക്ക് കുടി നിർത്തുക എന്നുള്ള കാര്യം നടക്കുകയില്ല. ഞങ്ങളുടെ കൂട്ടത്തിലെ 30ഉം അതിൽ കുറവും പ്രായമുള്ള പലരും വളരെ കുറച്ചു കാലമേ കുടിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും 20ഉം അതിൽ കൂടുതലും വർഷങ്ങളായി കുടിച്ചിരുന്നവരെ പോലെ നിസ്സഹായ അവസ്ഥയിൽ തങ്ങളെത്തിയെന്ന് അവർക്ക് ബോധ്യമായി. പലപ്പോഴും ഈ ബുക്സ് ഇത് വായിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാനും അങ്ങനെയാണ്. കാരണം വളരെ 32ാമത്തെ വയസ്സെന്നൊക്കെ പറഞ്ഞാലും ഒരു 10-12 വർഷമൊക്കെയാണ് കുടിക്കാലം ഉണ്ടായിരുന്നത്. പക്ഷെ ഞാനൊരു 10-20 വർഷം 30 വർഷം കുടിക്കേണ്ട കുടി ആ കാലത്തിൽ ഞാൻ കുടിച്ചു. അതാണ് എന്നെ ആൽക്കഹോളിസം അനോണിമസിൽ പിടിച്ചു നിർത്താനായിട്ടുള്ള ഒരവസ്ഥ. ഇപ്പൊ പലർക്കും അങ്ങനെയാണ്. അപ്പൊ 30ഉം അതിൽ കുറവും പ്രായമുള്ള പലരും നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ അവരെന്നാ ചിന്തിക്കുന്നത്, അവര് ചിന്തിക്കുന്നത് 10 വർഷം കുടിച്ചോളൂ, 5 വർഷം കുടിച്ചോളൂ, പക്ഷെ ആ കുടിച്ച കുടി 20ഉം അതിന് കൂടുതൽ വർഷങ്ങൾ കുടിച്ചിരുന്നവരെ പോലെ തന്നെ കുടിച്ചു. അങ്ങനെ നിസ്സഹായാവസ്ഥയിൽ എത്തിയെന്നാണ് അവർക്ക് ബോധ്യമായി എന്നാണ് ആ ഭാഗത്ത് അവര് പറയുന്നത്. അപ്പൊ ഒരു ക്രോണിക് ആൽക്കഹോളിക് ആയി താൻ മാറിയെന്നും, അല്ലെങ്കിൽ ഒരു ഹെവി ഡ്രിങ്കറായി താൻ മാറിയെന്നും, ഒരു പ്രോഗ്രസീവ് രോഗത്തിന് താൻ അടിമയായി എന്നും നമ്മൾ ഓരോരുത്തരും അവിടെ മനസ്സിലാക്കണം. അടുത്ത ഹലോ റോമലെ, ഗുരുതരമായ നിലയിലെത്താൻ ഒരാൾ ദീർഘകാലം കുടിച്ചിരിക്കണമെന്നോ ഞങ്ങളിൽ ചിലരെ പോലെ ധാരാളം അളവ് കുടിച്ചിരിക്കണമെന്നോ ഇല്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രത്യേകിച്ചും പരമാർത്ഥമാണ്. മദ്യപാന ശക്തിക്കിരയാകാൻ സാധ്യതയുള്ള സ്ത്രീകൾ മിക്കവാറും ചുരുങ്ങിയ വർഷങ്ങൾക്കകം തന്നെ തിരിച്ചു വരാൻ സാധിക്കാത്ത നിലയിലെത്തുന്നു. മദ്യപാനാസക്തരെന്ന് വിളിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ചില കുടിയന്മാർ അവരുടെ കുടി നിർത്താനുള്ള കഴിവുകേടിനെ പറ്റി സ്വയം അത്ഭുതപ്പെടുന്നു. മദ്യപാനാസക്തിയുടെ ലക്ഷണങ്ങളെപ്പറ്റി പരിചയസമ്പന്നരായ ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ശരിയായ അമിത മദ്യപാന രോഗികളാകുവാൻ സാധ്യതയുള്ള പലരെയും യുവാക്കൾക്കിടയിൽ കാണാറുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ അതിനായി ശ്രമിക്കുകയും കണ്ടെത്തുകയും ചെയ്യുകയേ വേണ്ടൂ. അപ്പൊ അടുത്ത പാരഗ്രാഫില് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ നമ്മൾ ശരിക്കും പഠിക്കേണ്ടതാണ്. അതായത് ഗുരുതരമായിട്ടുള്ള നിലയിലെത്താൻ ഒരാൾ ദീർഘകാലം കുടിച്ചിരിക്കുന്നില്ല. അതായത് എത്ര കാലം, 10 വർഷം കുടിക്കണമെന്നില്ല, 2 വർഷക്കാലം കുടിച്ചാൽ മാത്രം ചായക്കെ മെമ്പർ ആവാൻ പറ്റും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമയം അല്ലെങ്കിൽ എത്ര കാലം കുടിച്ചിരിക്കണമെന്നോ ധാരാളം അളവ് കുടിച്ചിരിക്കണമെന്നോ ഇല്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രത്യേകിച്ച് പരമാർത്ഥമാണ്. മദ്യപാനാസക്തിക്കിരയാൻ സാധ്യതയുള്ള സ്ത്രീകൾ മിക്കവാറും ചുരുങ്ങിയ വർഷങ്ങൾക്കകം തന്നെ തിരിച്ചു വരാൻ സാധിക്കാത്ത നിലയിലെത്തുന്നു. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ആൽക്കഹോളിക് ആയിട്ടുള്ള സ്ത്രീകൾക്കാണ് കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. പക്ഷെ എന്നാലും നമ്മുടെ ഒരു 30%, ചിലപ്പോൾ 50% പോലും ഇപ്പൊ സ്ത്രീകളാണ് കൂടുതൽ മീറ്റിങ്ങിൽ. ഞങ്ങളുടെ ഇവിടെ എല്ലാം മീറ്റിംഗ് കൂടുതലും സ്ത്രീകളാണ് വരുന്നത്. മദ്യപാനാസക്തരെന്ന് വിളിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ചില കുടിയന്മാർ അവരുടെ കുടി നിർത്താനുള്ള കഴിവുകേടിനെ പറ്റി സ്വയം അത്ഭുതപ്പെടുന്നു. ഇപ്പോ നമ്മളൊരാളെ ആൽക്കഹോളിക് എന്ന് വിളിക്കുകയാണെങ്കിൽ അയാൾക്ക് അത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ മദ്യാസക്തിയുടെ കഥകൾ എപ്പോഴും പറയുന്നത് ഇഷ്ടമല്ല. പക്ഷെ അവർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, തന്റെ കുടി നിർത്താൻ പറ്റുന്നില്ല, അതിനൊരു കഴിവുകേടുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാകുന്നുണ്ട്. അത് അയാളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. മദ്യപാനാസക്തിയുടെ ലക്ഷണങ്ങളെ പറ്റി പരിചയസമ്പന്നരായ ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ശരിയായ അമിത മദ്യപാന രോഗികളാവാൻ സാധ്യതയുള്ള
പലരെയും യുവാക്കൾക്കിടയിൽ കാണാറുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ അതിനായി ശ്രമിക്കുകയും കണ്ടെത്തുകയും ചെയ്യുകയും വേണ്ടു. അപ്പോൾ നമ്മൾ ഈ 12-ാം പടി പ്രവർത്തനത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് പല ആളുകളും യുവാക്കൾക്കിടയിൽ പോലും അമിത മദ്യപാന രോഗികളാകാൻ സാധ്യതയുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴേ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അത് ശ്രമിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്നത്. അടുത്ത് വായിക്കാവോ? സ്വന്തം ഇച്ഛാശക്തി ഉപയോഗിച്ച് കുടി നിർത്താമായിരുന്ന സമയത്തിന് ശേഷവും വളരെ വർഷക്കാലം മദ്യപിച്ചുകൊണ്ടിരുന്നുവെന്ന് കഴിഞ്ഞ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്ക് ബോധ്യമാകുന്നു. ആരെങ്കിലും ഈ അപകട മേഖലയിൽ എത്തിയോ എന്ന സംശയം വരികയാണെങ്കിൽ അയാൾ ഒരു വർഷത്തേക്ക് മദ്യപാനം തീരെ ഉപേക്ഷിക്കാൻ ശ്രമിക്കട്ടെ. അയാൾ ഗുരുതരാവസ്ഥയിലെത്തിയ യഥാർത്ഥ മദ്യപാനാസക്തനാണെങ്കിൽ വിജയസാധ്യത വിളരമാണ്. ഞങ്ങളുടെ മദ്യപാനത്തിൻ്റെ ആരംഭകാലങ്ങളിൽ ചിലപ്പോഴൊക്കെ ഒരു വർഷകാലത്തേക്ക് ഞങ്ങൾ കുടി നിർത്തിയിരുന്നു. പക്ഷേ കുറച്ചു കാലത്തിന് ശേഷം വളരെ വഷളൻ കുടിയന്മാരായി മാറുകയാണ് ഉണ്ടായത്. ദീർഘകാലത്തേക്ക് കുടി നിർത്താൻ കഴിയുന്ന ആളാണെങ്കിലും ഒരുപക്ഷെ നിങ്ങൾക്ക് ശരിയായ മദ്യപാനാസക്തനാകാൻ സാധ്യതയുണ്ട്. ഈ പുസ്തകത്തിലെ വിഷയം ഗ്രഹിച്ചവരിൽ ചിലർക്ക് ഒരു വർഷത്തേക്കോ മറ്റോ കുടി നിർത്താൻ കഴിഞ്ഞേക്കാം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. മറ്റു ചിലർ കുടി നിർത്താൻ തീരുമാനമെടുത്ത അന്ന് തന്നെ കുടിച്ച് ഉന്മത്തരാകും. ബാക്കി മിക്കപേരും ചില ആഴ്ചക്കുള്ളിലും. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് വിൽ പവറിനെ കുറിച്ചാണ്. അതായത് വിൽ പവർ ഉപയോഗിച്ച് കൊടി നിർത്താൻ പറ്റുന്ന ഒരു സമയം നമുക്കുണ്ട്. പക്ഷെ അമ്മരവും നമ്മൾ എന്നാ ചെയ്തത്, വീണ്ടും കുടിച്ചുകൊണ്ടേയിരുന്നു. അതായത് വിൽ പവർ ഉപയോഗിച്ച് കുടി നിർത്താമെന്ന് പറഞ്ഞ്, അതായത് ഞാൻ കുടി നിർത്താം, വേണമെങ്കിൽ ഞാൻ കുടി നിർത്തി കാണിച്ചു തരാം, ഞാൻ ഇന്നും കൊണ്ട് കുടി നിർത്തി എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മൾ പറയുമ്പോഴും നമ്മൾ കുടിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ പിന്നീട് നമ്മൾ തിരിഞ്ഞു നോക്കിയപ്പോ നമുക്കൊരു കാര്യം മനസ്സിലായി, അവിടെ വിൽ പവർ, നമ്മുടെ സ്വന്തം ഇച്ഛാശക്തി വർക്കായില്ല. അപ്പം ആ അപകട മേഖലയിൽ എത്തിയോ എന്ന സംശയം വരികയാണെങ്കിൽ അയാൾ ഒരു വർഷത്തേക്ക് മദ്യപാനം തീരെ ഉപേക്ഷിക്കാൻ ശ്രമിക്കട്ടെ എന്നാണ്. അപ്പൊ കുറച്ച് ഒരു വർഷം എന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ചു കാലത്തേക്ക് നമുക്ക് മദ്യം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു മദ്യപാനം, റിയൽ ആൽക്കഹോളിക് ആണെങ്കിൽ അയാൾക്ക് വിജയസാധ്യത ഇല്ല എന്നും, മദ്യപാനത്തിന്റെ ആരംഭഘട്ടങ്ങളിലൊക്കെ കുറച്ചു കാലത്തേക്ക്, 1 മാസത്തേക്കോ 2 മാസത്തേക്കോ 1 വർഷത്തേക്കൊക്കെ നമ്മൾ കുടി നിർത്തിയിരുന്നെങ്കിലും പിന്നീട് കുടിച്ചു കഴിഞ്ഞപ്പോൾ, അതായത് നമ്മൾ പറയാ 6 മാസം കുടി നിർത്തി, പിന്നീട് കുടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ വഷളം കുടിയന്മാരായി, അതായത് വളരെ റിയൽ ആയിട്ടുള്ള ആൽക്കഹോളിക് ആയിട്ടുള്ള മാറുന്ന ഒരവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പൊ ദീർഘകാലത്തേക്ക് കുടി നിർത്താൻ കഴിയുന്ന ആളാണെങ്കിലും ഒരുപക്ഷെ നിങ്ങൾ ശരിയായ മദ്യപാനാസക്തൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഈ ബിഞ്ച് ഡ്രിങ്കേഴ്സിനെ പറ്റി വേണമെങ്കിൽ ഇവിടെ ചിന്തിക്കാം. അതായത് 3 മാസം കുടി നിർത്തുന്നു, പിന്നീട് കുടിക്കുമ്പോൾ വളരെ വഷളം കൂടി, 4 മാസത്തേക്ക് കുടി നിർത്തുന്നു, പിന്നീട് കുടിക്കുമ്പോൾ വളരെ വഷളം കൂടി. അപ്പം ഒരു കുടി അപ്പൊ ബിഞ്ച് ഡ്രിങ്കേഴ്സ് പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം വെച്ചാൽ, എനിക്ക് ദീർഘകാലത്തേക്ക് കുടി നിർത്താൻ കഴിയുന്നു എന്നുള്ള ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ ശരിയായ മദ്യപാനാസക്തനാകാൻ സാധ്യതയുണ്ട് എന്നാണ് ബിഞ്ച് ഡ്രിങ്കേഴ്സ് ആയിട്ട് ആൾക്കാരോട് പറയുന്നത്. ഈ പുസ്തകത്തിലെ വിഷയം ഗ്രഹിച്ചവർക്ക് 1 വർഷത്തേക്കോ മറ്റോ കുടി നിർത്താൻ കഴിഞ്ഞേക്കാം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. മറ്റു ചിലർ കുടി നിർത്താൻ തീരുമാനമെടുത്ത് അന്ന് തന്നെ കുടിച്ചു മാത്രമാക്കും. ബാക്കി മിക്കപ്പോഴും ചില ആഴ്ചകളിൽ. നമ്മൾക്കൊക്കെ അറിയാം, ഇന്ന് ഞാൻ കുടി നിർത്തുന്നില്ല, ഇന്ന് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം, ഇന്ന് മുതൽ കുടിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമുക്ക് അതായത് നമ്മുടെ ചോയ്സ് നഷ്ടപ്പെടുന്നു. ലോസ്റ്റ് എബിലിറ്റി ഓഫ് ചോയ്സ്. നമുക്കൊരു മദ്യം കഴിക്കണ്ട എന്നുള്ള ആ കഴിവ് നഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പവർ നഷ്ടപ്പെടുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള ചോയ്സ്, നമ്മൾ മദ്യം കഴിക്കണ്ട എന്നുള്ള ചോയ്സ് നഷ്ടപ്പെടുകയാണ് ഒരിക്കല് നമ്മൾ മദ്യാസക്തനായിട്ട് മാറിക്കഴിഞ്ഞാൽ. അപ്പൊ നമ്മുടെ തെരഞ്ഞെടുക്കുക, അതായത് മദ്യം കഴിക്കുക എന്നുള്ള തെരഞ്ഞെടുപ്പിന്റെ ചോയ്സ് നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കാരണം അത് കഴിഞ്ഞാൽ, അത് അങ്ങനെ ഒരു ഫസ്റ്റ് ഡ്രിങ്കിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാല് വീണ്ടും നമ്മൾ കുടിക്കാനായിട്ട് വരുന്നത്. ഇനി കുടിച്ചു കഴിഞ്ഞാലും നമ്മുടെ ചോയ്സ് നഷ്ടപ്പെടും. കാരണം നമ്മൾ വീണ്ടും കുടിക്കും. അപ്പോൾ നമ്മുടെ റിയൽ ആൽക്കഹോളിക്കിന്റെ സ്വഭാവം നമുക്ക് പറയാം. അപ്പൊ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? ഫിസിക്കൽ അലർജി ഉണ്ട്, അതുപോലെ തന്നെ മെന്റൽ ഒബ്സഷൻ ഉണ്ട്. മെന്റൽ ഒബ്സഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും എടുത്ത് കുടിച്ചാൽ അത് ഫിസിക്കൽ അലർജിക്ക് മാറും. അപ്പൊ നമ്മൾ വീണ്ടും 12 പടികളുടെ കാലത്തേക്ക് പോകേണ്ട, അല്ലെങ്കിൽ അതിന്റെ കാര്യത്തിലേക്ക് പോകേണ്ട ഒരു കാര്യത്തെ പറ്റിയാണ് അവിടെ പറഞ്ഞതിന് ശേഷം അടുത്ത പാരഗ്രാഫ് വായിക്കാവോ? സാമാന്യ നിലയിൽ കുടി നിയന്ത്രിക്കാൻ സാധിക്കാത്തവരുടെ പ്രശ്നം കുടി അപ്പാടെ നിർത്തുന്നത് എങ്ങനെയെന്നുള്ളതാണ്. വായനക്കാരൻ കുടി നിർത്താൻ ആഗ്രഹമുള്ളവനാണെന്ന് ഞങ്ങൾ തീർച്ചയായും ഊഹിക്കുന്നു.
അങ്ങനെയുള്ള ഒരാൾക്ക് ആത്മീയമായ അടിത്തറയിൽ കുടി നിർത്താൻ സാധിക്കുമോ എന്നുള്ളത് കുടിക്കണമോ വേണ്ടയോ എന്ന വിവേചന ബോധത്തിന് വേണ്ട ഇച്ഛാശക്തി അയാൾക്ക് എത്രമാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. വളരെ സ്വഭാവശുദ്ധിയുള്ളവരാണെന്ന് ഞങ്ങൾ സ്വയം വിചാരിച്ചിരുന്നത്. എന്നേക്കുമായി കുടി നിർത്തണമെന്ന് ആഗ്രഹവും ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നിട്ടും ഞങ്ങൾക്ക് അസാധ്യമാണെന്ന് ഞങ്ങൾ കണ്ടു. മദ്യപാനശക്തിയുടെ സംഭ്രമിക്കുന്ന ഒരു പ്രത്യേകതയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കണക്കാക്കുന്നത്. ആവശ്യമോ ആഗ്രഹമോ എത്ര മഹത്തരമായാലും കുടി നിർത്താനുള്ള ദയനീയമായ പ്രാപ്തിയില്ലായ്മയാണിത്. അപ്പൊ നമ്മുടെ പ്രശ്നത്തെ പറ്റി പറയാണ്. അതായത് ഈ മോഡറേറ്റ് ഡ്രിങ്കർ ആവണം. നമ്മുടെ ആഗ്രഹം എല്ലാം അതാണ്. നമ്മൾ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴെല്ലാം മോഡറേറ്റ് ഡ്രിങ്കർ ആവുക, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ കുടി നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരാളെന്നാവുക എന്നുള്ളതാണ്. അല്ലാണ്ട് നമ്മൾ ആരും ഒരു റിയൽ ആൽക്കഹോളിക് ആവണം, ഹാർഡ് ഡ്രിങ്കർ ആവണം, മറ്റുള്ളവരെ മുമ്പിൽ ആടി കാണിക്കണം, നിലത്ത് കമന്ന് വീണ് കാണിച്ചു കൊടുക്കണം, അങ്ങനെയൊന്നും വിചാരിക്കുന്നവരല്ല ആരും. ഒരു ആൽക്കഹോളിക് അങ്ങനെ വിചാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാവരും വിചാരിക്കുന്നത് ഒരെണ്ണം അടിക്കണം, സമാധാനമായിട്ട് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം, തീർച്ചയായും ഒരു മോഡറേറ്റ് ഡ്രിങ്കറെ പോലെ നല്ലതായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഭാര്യയോടും മക്കളോടും ഒക്കെ ഇരുന്ന് സന്തോഷത്തോടുകൂടി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ നമുക്കത് പറ്റുന്നില്ല. അപ്പം എങ്ങനെയാണ് നമുക്ക് ഹൗ ടു സ്റ്റോപ്പ്, എങ്ങനെയാണ് നമുക്കിത് നിർത്താൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അപ്പോൾ സാമാന്യ നിലയിൽ കുടി നിയന്ത്രിക്കാൻ സാധിക്കാത്തവരുടെ പ്രശ്നം കുടി അപ്പാടെ നിർത്തുന്നത് എങ്ങനെയുള്ളതാണ്. അപ്പൊ മോഡറേറ്റ് ഡ്രിങ്കർ ആവാൻ സാധിക്കാത്ത നമ്മുടെ പ്രശ്നം എന്നാണ്? നമുക്ക് എങ്ങനെ ഇത് നിയന്ത്രിക്കാൻ പറ്റുന്നത്? എങ്ങനെ നമുക്ക് കുടി നിർത്താൻ പറ്റും? വായനക്കാരൻ കുടി നിർത്താൻ ആഗ്രഹമുള്ളവനാണെന്ന് ഞങ്ങൾ തീർച്ചയായും ഊഹിക്കുന്നു. അപ്പൊ നമ്മളിപ്പോ ഇത് വായിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ ഡിസയർ ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ് ആണ്. അതെ, മൂന്നാം പാരമ്പര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഈ മീറ്റിംഗിലേക്ക് വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ആത്മീയമായ അടിത്തറയിൽ കൂടിയല്ലാതെ കുടി നിർത്താൻ സാധിക്കുമോ എന്നുള്ളത് കുടിക്കണമോ വേണ്ടയോ എന്ന വിവേചന ബോധത്തിന് വേണ്ട ഇച്ഛാശക്തി അയാൾക്ക് എത്രമാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പം സ്പിരിച്വൽ ബേസിസിൽ അല്ലെങ്കിൽ ഒരു ആത്മീയ നോൺ സ്പിരിച്വൽ ബേസിസിൽ, അല്ലെങ്കിൽ ആത്മീയമായ ഒരു അടിത്തറയിൽ കൂടി അല്ലാതെ, അല്ലെങ്കിൽ നോൺ സ്പിരിച്വൽ ബേസിസിൽ അല്ലാതെ അയാൾക്ക് കൂടി നിർത്താൻ പറ്റുമോ എന്നുള്ള കാര്യം അപ്പൊ എന്താണ് ബേസ് ചെയ്തിരിക്കുന്നത്? ഇച്ഛാശക്തി എത്രമാത്രം അയാൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതിനനുസരിച്ചാണ്. അയാളുടെ വിൽ പവർ എത്രമാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതായത് ഒരിക്കൽ മദ്യം കാണുമ്പോൾ, അല്ലെങ്കിൽ കുപ്പി കാണുമ്പോൾ, ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പോകുമ്പോൾ, ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ വന്ന് വിളിക്കുമ്പോൾ കുടിക്കണമോ വേണ്ടയോ എന്ന വിവേചന ബോധം, ആ ഇച്ഛാശക്തി അയാൾക്ക് നഷ്ടപ്പെട്ടു എന്നിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ആദ്യമേ സാനിറ്റിയെ കുറിച്ചും ഇൻസാനിറ്റിയെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലെ, ഒബ്സഷനെ കുറിച്ച് പറഞ്ഞു. അതെപ്പോഴും നമ്മളിങ്ങനെ മദ്യം കഴിക്കണം എന്നുള്ളൊരു വിചാരം എനിക്കൊക്കെ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് കൃത്യമായിട്ട് ആ വാക്ക് എനിക്കൊക്കെ നന്നായി ചേരുന്നുണ്ട്. കാരണം എപ്പോഴും കുടിക്കുക, ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം ആരുടെയൊക്കെ കൂടെ പോയി കുടിക്കണം, കൂട്ടുകാരെയൊക്കെ അറേഞ്ച് ചെയ്യുന്നു, ബാറിൽ ഇപ്പൊ ഇന്ന സമയത്ത് 5:30 എത്താന്ന് പറഞ്ഞാൽ 3:30 അവിടെ എത്തുന്നു, അല്ലെങ്കിൽ 4:30 അവിടെ, 1 മണിക്കൂർ മുമ്പേ അവിടെ എത്തി അവര് കൂട്ടുകാർ വരുന്നതിന് മുമ്പ് 2 എണ്ണം അടിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ളു. അപ്പൊ എന്റെ വിവേചന ബോധം എത്രമാത്രം നഷ്ടപ്പെടുമോ അതിനനുസരിച്ചാണ് ഈ ആത്മീയമായ അടിത്തറ നമുക്ക് വേണോ വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ചോയ്സ് ആണ് ഇവിടെ. അതായത് എനിക്ക് കുടി നിർത്താൻ സാധിക്കാത്ത ഒരവസ്ഥയാണുള്ളത്, അല്ലെങ്കിൽ കുടിക്കണമോ വേണ്ടയോ എന്നുള്ള എന്റെ വിൽ പവർ ഇല്ല. അപ്പോൾ എനിക്ക് മറ്റൊരു ബേസിസ് വേണം. അതിനാണ് സ്പിരിച്വൽ ബേസിസ് എന്ന് പറയുന്നത്. അപ്പൊ നോൺ സ്പിരിച്വൽ ബേസിസിൽ നമുക്ക് ചിലപ്പോൾ കുടി നിർത്തുന്നവരുണ്ട് കുറച്ചു കാലത്തേക്കും. ചിലപ്പോൾ എന്തെങ്കിലും ആത്മീയ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഭാര്യ മരിക്കുമ്പോഴോ കുട്ടികൾ നഷ്ടപ്പെടുമ്പോഴോ ഒക്കെ കുടി നിർത്തുന്നവരൊക്കെ ഉണ്ട്. ചിലർ ധ്യാനം കൂടുമ്പോൾ കുടി നിർത്തുന്നവരുണ്ട്. അപ്പൊ എന്നേക്കുമായി കുടി നിർത്തണമെന്ന ആഗ്രഹവും ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് അസാധ്യമാണെന്ന് ഞങ്ങൾ കണ്ടു. മദ്യപാനാസക്തിയുടെ സംഭ്രമിക്കുന്ന ഒരു പ്രത്യേകതയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണിക്കുന്നത്. ആവശ്യമോ ആഗ്രഹമോ എത്ര മഹത്തരമായാലും കുടി നിർത്താനുള്ള ദയനീയമായ പ്രാപ്തിയില്ലായ്മയാണിത്. അപ്പൊ നമ്മളോട് എന്തുകൊണ്ട് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു മാർഗം സ്വീകരിക്കണം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. അതായത് നമുക്ക് സ്വഭാവ ശുദ്ധിയുള്ളവരാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നു, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്നുണ്ട്, മക്കളെ നോക്കുന്നുണ്ട്, സ്കൂളിൽ കൊണ്ടാക്കുന്നുണ്ട്, സ്കൂളിൽ നിന്ന് വിളിക്കുന്നുണ്ട്, കൃത്യമായി ജോലിക്ക് പോകുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാം നല്ല സ്വഭാവശുദ്ധിയാണ്, എന്നെ ഞാൻ മിടുക്കനാണെന്ന് സ്വയം വിചാരത്തിനാണ്. പക്ഷെ കുടി നിർത്തണമെന്നുള്ള ആഗ്രഹവും നമുക്കുണ്ട്. എന്നാലും നമുക്ക് നമ്മളെ സംബന്ധിച്ചോളം വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും പോയി കുടിക്കുന്നു. അപ്പോ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ആസക്തി, മദ്യപാനാസക്തി നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു.
ആവശ്യമോ ആഗ്രഹമോ എത്ര മാത്രമായാലും കുടി നിർത്താനുള്ള ദയനീയമായ പ്രാപ്തിയില്ലായ്മയാണ് ഇവിടെ കാണിക്കുക. അപ്പോൾ ഇന്നബിലിറ്റി ടു ലീവ് ഇറ്റ് അലോൺ, അതായത് മദ്യം കഴിക്കാതിരിക്കുക. എത്ര മാത്രം നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും, കുടിക്കാതിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും, നോ മാറ്റർ ഹൗ ഗ്രേറ്റ് ദ നെസസിറ്റി ഓർ ദ വിഷ്, നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അതിനെ കവർ ചെയ്തുകൊണ്ട് നമ്മുടെ മദ്യപാനം വരിക. അതാണ്. അപ്പൊ അടുത്ത് വായിക്കാവോ? ഞങ്ങളെ പോലുള്ളവരാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങളുടെ വായനക്കാരെ സഹായിക്കാൻ സാധിക്കുക? കുറച്ചുനാൾ കുടിക്കാതിരിക്കുക എന്ന പരീക്ഷണം സഹായകരമായിരിക്കുമെങ്കിലും അവശവന്മാരായ മദ്യപാനാസക്തരെയും വൈദ്യശാസ്ത്ര വിഭാഗക്കാരെയും കുറെ കൂടി മെച്ചമായ രീതിയിൽ സഹായിക്കാൻ മറ്റൊരു തരത്തിൽ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് മദ്യപാനത്തിലേക്ക് വീണ്ടും വഴുതി വീഴുന്നതിന് മുമ്പായി മദ്യപാനാസക്തിയിൽ ഉണ്ടാകുന്ന മാനസികാവസ്ഥകളെപ്പറ്റി ഞങ്ങൾ വിവരിക്കാം. എന്തുകൊണ്ടെന്നാൽ പ്രകടമായും പ്രശ്നത്തിന്റെ കാതൽ ഇതുതന്നെയാണ്. ഇപ്പോ അതിനകത്ത് പറയുന്നത് മദ്യാസക്തരാണോ മദ്യാസക്തനല്ലേ, അത് നമുക്ക് തീരുമാനിക്കാം. അതിന് വായനക്കാരെ സഹായിക്കണമെന്ന് ബുക്ക് പറയാണ്. ഇപ്പൊ കുറച്ചു നാള് കുടിക്കാതിരിക്കുക എന്ന പരീക്ഷണം സഹായകരമാണെങ്കിലും അവശന്മാരായ മദ്യപാനാസക്തരെയും വൈദ്യശാസ്ത്ര വിഭാഗക്കാരെയും കുറെ കൂടി മെച്ചമായ രീതിയിൽ സഹായിക്കാൻ മറ്റൊരു തരത്തിൽ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതായത് നിരന്തരം ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന, നിരന്തരം ഡി അഡിക്ഷൻ സെന്ററിൽ അഡ്മിറ്റ് ആകുന്ന ആളുകളെയും കുറെ കൂടി മെച്ചമായ രീതിയിൽ സഹായിക്കാനായിട്ടാണ് ബിഗ് ബുക്ക് ശ്രമിക്കുന്നത്. അതുകൊണ്ട് മദ്യപാനത്തിലേക്ക് വീണ്ടും വഴുതി വീഴുന്നതിന് മുമ്പായി മദ്യപാനാസക്തിയിൽ ഉണ്ടാകുന്ന മാനസിക അവസ്ഥകളെ പറ്റി ഞങ്ങൾ വിവരിക്കാം. എന്തുകൊണ്ടെന്നാൽ പ്രകടമായും പ്രശ്നത്തിന്റെ കാതൽ ഇത് തന്നെയാണ്. നമ്മൾ ബില്ലിന്റെ കഥയിൽ പറയുന്നുണ്ട്, ബോഡി അല്ല പ്രശ്നം, മൈൻഡാണ് പ്രശ്നം. തിങ്കിങ് ഇസ് ദ പ്രോബ്ലം എന്നൊക്കെ അവിടെ നമ്മൾ പറഞ്ഞാണ്. അപ്പൊ ക്രക്സ് ഓഫ് ദ പ്രോബ്ലം എന്താണ്? മെന്റൽ ആണ്, മെന്റൽ സ്റ്റേറ്റ്. സോ വി ഷാൾ ഡിസ്ക്രൈബ് സം ഓഫ് ദ മെന്റൽ സ്റ്റേറ്റ് ദാറ്റ് precede a relapse into drinking or obviously this is the crux of the problem. ഇതാണ് പ്രശ്നത്തിന്റെ കാതൽ, ഇതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ പ്രശ്നത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അടുത്തത് പറയാവാ. ദാരുണമായ ആദ്യത്തെ കുടി പലപ്പോഴും ആവർത്തിക്കുന്ന ഒരു മദ്യപാനാസക്തനിൽ മുറ്റി നിൽക്കുന്ന ചിന്താഗതികൾ ഏതെല്ലാം തരത്തിലായിരിക്കും? ഭാര്യ വിവാഹമോചനം നേടാൻ ഒരുമ്പിട്ടിരിക്കുന്ന സമയത്തോ, കടത്തിൽ മുങ്ങാൻ പോകുമ്പോഴോ അയാളുടെ സ്നേഹിതന്മാർ വീണ്ടും അയാൾ മദ്യഷാപ്പ് നോക്കി നേരെ നടന്നു കയറുന്നത് കാണുമ്പോൾ അമ്പരന്നു പോകുന്നു. എന്തുകൊണ്ടാണ് അവൻ ഇത് ചെയ്യുന്നത്? എന്തിനെക്കുറിച്ചാണ് അവൻ ചിന്തിക്കുന്നത്? ഞങ്ങളുടെ ആദ്യത്തെ ഉദാഹരണം ഞങ്ങൾ ജിം എന്ന് വിളിക്കുന്ന സുഹൃത്താണ്. ഇദ്ദേഹത്തിനൊരു സുന്ദരിയായ ഭാര്യയും കുടുംബവുമുണ്ട്. നല്ല വരവുള്ള ഒരു വാഹന ഏജൻസി അയാൾക്ക് കുടുംബ വഴിയായി കിട്ടിയിട്ടുണ്ട്. ലോക മഹായുദ്ധത്തിൽ മഹത്തായ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നല്ല ഒരു വിൽപ്പനക്കാരനാണ്. വല്ലപ്പോഴും പെട്ടെന്ന് ശോഭിക്കുന്നതൊഴിച്ചാൽ വളരെ ബുദ്ധിമാനും സാധാരണ പ്രകൃതക്കാരനുമാണ്. തൻ്റെ 35-ാം വയസ്സ് വരെ അയാൾ മദ്യം കഴിച്ചിട്ടില്ല. ചില വർഷങ്ങൾക്കുള്ളിൽ തന്നെ കുടിച്ചുന്മത്തനായതിനാൽ വളരെ അക്രമാസക്ത നിലയിലെത്തുകയും രക്ഷാകേന്ദ്രങ്ങളിൽ അടയ്ക്കേണ്ട നില വരെ അയാൾ എത്തുകയും ചെയ്തു. രക്ഷാകേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വന്ന അയാൾ ഞങ്ങളുമായി ബന്ധപ്പെടുന്നതിനായി വന്നു. ഓക്കെ, അപ്പം ഫസ്റ്റ് ഡ്രിങ്ക് അടുത്ത വരിയില് പറയാണ്. ഞാൻ പറഞ്ഞു നിർത്തിയത് ഇതാണ്, മാനസികാവസ്ഥയെ പറ്റിയാ അല്ലെ. പ്രോബ്ലം ഈസ് നോട്ട് ഫിസിക്കൽ അലർജി. അതായത് ഫിസിക്കൽ അലർജി എപ്പോഴാണ് വരുന്നത്? ഫിസിക്കൽ അലർജി വരുന്നത് മദ്യം കുടിച്ചാൽ മാത്രമേ വരുള്ളൂ. വീണ്ടും വീണ്ടും കുടിക്കുന്ന ആ ക്രേവിങ് വരുന്നത്. പക്ഷെ നമുക്ക് പ്രോബ്ലം ഈസ് മെന്റൽ ഒബ്സഷൻ. എന്താണ് പ്രശ്നം? മെന്റൽ ഒബ്സഷൻ ആണ് നമ്മുടെ പ്രശ്നം. മാനസികാവസ്ഥ നമുക്ക് കണ്ടു. അങ്ങനത്തെ ഒരു മദ്യപാനത്തിലേക്ക് വീണ്ടും വഴുതി പോകുന്ന ഒരു മനസ്സാണ് നമുക്കുള്ളത്. അതിനെക്കുറിച്ചാണ്, അതാണ് പ്രശ്നത്തിന്റെ കാതൽ. അപ്പൊ മെന്റൽ ഒബ്സഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അടുത്ത വരി എന്നാ, ദാരുണമായ ആദ്യത്തെ കൂടി പലപ്പോഴും ആവർത്തിക്കുന്ന ഒരു മദ്യപാനത്തിന് മുറ്റി നിൽക്കുന്ന ചിന്താഗതികൾ ഏതെല്ലാം തരത്തിലായിരിക്കും? അതായത് ആദ്യത്തെ കുടി അങ്ങനെ നമ്മൾ എപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഒരു മനസ്സിലെ ചിന്തകഥകൾ, തിങ്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഭാര്യ വിവാഹമോചനം നേടാൻ ഒരുമിട്ടിരിക്കുന്ന സമയത്തോ കടത്തിൽ മുങ്ങാൻ പോകുമ്പോൾ അയാളുടെ സ്നേഹിതന്മാർ വീണ്ടും അയാൾ മദ്യഷാപ്പിൽ നോക്കി നേരെ നടന്നു കയറുന്നത് കാണുമ്പോൾ അമ്പരന്ന് പോകുന്നത് എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതായത് എത്ര പ്രശ്നം ഉണ്ടെങ്കിലും, ഇപ്പൊ എന്റെ വൈഫ് എന്നെ പിരിഞ്ഞു പോവുകയാണെന്ന് പറഞ്ഞാലും, എന്റെ ബിസിനസ് നഷ്ടപ്പെടാൻ പോവുകയാണെന്ന് പറഞ്ഞാലും, അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, അത്തരം നിരാശാജനകമായിട്ടുള്ള അവസ്ഥകളെ മാറ്റിവെച്ചുകൊണ്ട് നേരെ തന്നെ ഡയറക്ട്ലി
മറ്റേ ബാറിലേക്ക് കാടി പോകുന്നു. മറ്റുള്ളവർ ചിന്തിക്കും, എന്തുകൊണ്ട് അവനാണ് ഇങ്ങനെ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ ചിന്തിക്കുന്നത്, വൈ ഡസ് ഹി ഇങ്ങനെ, എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ ചെയ്യുന്നത്, ഓഫ് വാട്ട് ഈസ് ഹി തിങ്കിങ്, എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ ചിന്തിക്കുന്നത്. അപ്പൊ നമ്മൾ ചിന്തകളെ കുറിച്ചാണ്, നമ്മുടെ മെന്റൽ ഒബ്സഷനെ കുറിച്ചാണ് അവർ പറയുക. ഇപ്പൊ വൈഫ് നഷ്ടപ്പെട്ടാലും ബാങ്ക്രപ്സി ആയാലും നമുക്ക് പണമൊന്നും ഇല്ലാതെ എല്ലാം നഷ്ടപ്പെട്ടാലും നമ്മളെ എന്തുകൊണ്ട് മദ്യത്തിലേക്ക് നമ്മൾ നയിക്കുന്നു. അതിനകത്ത് അവരൊരു ഫസ്റ്റ് എക്സാമ്പിൾ പറയുന്നത് ജിമ്മിന്റെയാണ്. അപ്പോൾ അയാൾക്ക് സുന്ദരിയായ ഒരു ഭാര്യയും കുടുംബമുണ്ട്. അദ്ദേഹം സുന്ദരിയായ ഭാര്യയും കുടുംബമുണ്ട്. നല്ല ഒരു വരവുള്ള ഒരു വാഹന ഏജൻസി അയാൾക്ക് കുടുംബ വഴിയായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ഓട്ടോമൊബൈൽ ഏജൻസിയാണ് സ്വന്തമായിട്ടുള്ളത്. അപ്പോൾ ഹി ഹാഡ് എ കമൻഡബിൾ വേൾഡ് വാർ റെക്കോർഡ്. അപ്പൊ വേൾഡ് വാറിൽ റെക്കോർഡ് ഉണ്ട്, ഹീസ് എ ഗുഡ് സെയിൽസ്മാൻ. അപ്പം വേൾഡ് വാറിന്റെ സമയത്ത് പോലും അയാൾ നന്നായിട്ടും ഈ ബിസിനസ് നടത്തിയിരുന്ന ഒരാളാണ്. അപ്പൊ നമുക്കറിയാം അന്നത്തെ കാലത്തൊക്കെ ഇൻഷുറൻസും ആണേലും ഇതാണേലും മറ്റുള്ളവരുടെ അടുത്ത് കൊണ്ടുപോയിട്ടാണ് വെക്കുക. അപ്പം പല സ്ഥലങ്ങളിലേക്കും ഇയാൾ വണ്ടിയുമായിട്ട് സഞ്ചരിക്കേണ്ടി വന്നത്. അദ്ദേഹം ഒരു ബുദ്ധിമാനായ മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു കുറെ കാര്യങ്ങളാണ് പറയുന്നത്. ലോകമഹായത്തിൽ മഹത്തായ സേവന മനുഷ്യൻ, ഹി ഹാഡ് എ കമൻഡബിൾ വേൾഡ് വാർ റെക്കോർഡ്. അപ്പൊ വേൾഡ് വാർ റെക്കോർഡിൽ നിർബന്ധിത സേവനം ഉണ്ടായിരുന്ന സമയത്ത്, യുദ്ധസേവനം ഉണ്ടായിരുന്ന അയാൾ പറയുന്നത് അയാൾ നല്ലൊരു വിൽപ്പനക്കാരനാണ്, നല്ലൊരു സെയിൽസ്മാനാണ്. വല്ലപ്പോഴും പെട്ടെന്ന് ശോഭിക്കുന്ന വെച്ചാൽ വളരെ ബുദ്ധിമാനും സാധാരണ പ്രകൃതിക്കാരനാണ്. അപ്പൊ ഇവിടെ ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിച്ചു, ശോഭിക്കുക. നമ്മൾ വീണ്ടും ആ വാക്ക് നമ്മൾ പറയുകയാണ് റെസ്റ്റ്ലെസ്, ഇറിറ്റബിൾ, ഡിസ്കണ്ടന്റ്. അസ്വസ്ഥനും ശുണ്ഠിക്കാരനും അസംതൃപ്തനുമായി തീർന്ന ഒരാൾ. അപ്പം നമ്മൾ പടികൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എപ്പോഴും റെസ്റ്റ്ലെസ് ആയിരിക്കും, ഇറിറ്റബിൾ ആയിരിക്കും, ഡിസ്കണ്ടന്റ് ആയിരിക്കും, എപ്പോഴും അസ്വസ്ഥനായിരിക്കും, ശുണ്ഠിക്കാരനായിരിക്കും, അസംതൃപ്തനായിരിക്കും. അപ്പോ ഇംഗ്ലീഷിൽ ഈ വാക്ക് എഴുതിയേക്കുന്നത് നെർവസ് ഡിസ്പോസിഷൻ എന്നാണ്. നെർവസ് ഡിസ്പോസിഷൻ. He is an intelligent man, normal so far as we can see, except for a nervous disposition. Nervous disposition എന്ന് പറഞ്ഞാൽ RID, restless, irritable, discontent. അപ്പോൾ he did not drink until he was 35. അപ്പൊ അതിനുശേഷം പറയുന്നത് 35 വയസ്സ് വരെ അദ്ദേഹം കുടിച്ചില്ല. ചില വർഷങ്ങൾക്കുള്ളിൽ തന്നെ കുടിച്ചുന്മത്തനായാൽ വളരെ ആക്രമസക്ത നിലയെത്തുകയും രക്ഷാകേന്ദ്രം അടയ്ക്കേണ്ട നിലയിൽ അയാൾ എത്തുകയും ചെയ്തു. രക്ഷാകേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വന്ന അയാൾ ഞങ്ങളുമായി ബന്ധപ്പെടുന്നതിനായി വന്നു. അപ്പം ഇവിടെ ആൽക്കോളിക്സ് അനോണിമസിലെ അംഗങ്ങളുമായിട്ട്, അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ അന്നത്തെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ ഡ്രങ്ക് സ്ക്വാഡ് എന്ന് വിളിക്കുന്ന നമ്മുടെ പഴമക്കാരുമായിട്ട് അയാൾ വീണ്ടും ബന്ധപ്പെട്ടു. അടുത്തും കൂടി വായിക്കാവോ? മദ്യപാനാസക്തിയെപ്പറ്റി ഞങ്ങൾക്കറിയാവുന്നതും ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എങ്ങനെ ഉത്തരം കണ്ടെത്തിയെന്നതും അയാളോട് വിവരിച്ചു. അയാൾ ഞങ്ങളുടെ പരിപാടിയിൽ തുടക്കം കുറിച്ചു. അയാളുടെ കുടുംബം ഒന്നിച്ചു കൂടുകയും ഒരു വിൽപ്പനക്കാരനെന്ന നിലയിൽ അയാൾ മദ്യപിച്ചു നഷ്ടപ്പെടുത്തിയ പഴയ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുവാനും തുടങ്ങി. കുറച്ചു കാലത്തേക്ക് സംഗതികളൊക്കെ നന്നായി പോയിക്കൊണ്ടിരുന്നെങ്കിലും അയാൾ തൻ്റെ ആത്മീയ ചിന്താഗതികൾ വിശാലമാക്കാൻ ഒരുമ്പെട്ടില്ല. അയാൾ സ്വയം പരിഭ്രമിക്കുമാറ് തുടരെ കുടിച്ചുന്മത്തനായി. ഈ ഓരോ സന്ദർഭത്തിലും എന്താണ് സംഭവിച്ചതെന്ന് വിലയിരുത്തിക്കൊണ്ട് ഞങ്ങൾ അയാളോടൊത്ത് പ്രവർത്തിച്ചു. താൻ ഒരു യഥാർത്ഥ മദ്യപാനാസക്തനാണെന്നും തൻ്റെ നില ഗുരുതരമാണെന്നും അയാൾ സമ്മതിച്ചു. ഇനി കുടിക്കുകയാണെങ്കിൽ താൻ വീണ്ടും രക്ഷാകേന്ദ്രത്തിൽ എത്തിപ്പെടുമെന്നും അയാൾക്ക് അറിയാമായിരുന്നു. മറ്റെല്ലാത്തിനുപരിയായി അയാൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന കുടുംബം അയാൾക്ക് നഷ്ടപ്പെടുമെന്ന് അറിയാമായിരുന്നു. അപ്പൊ ഈ കഥ പറയുന്നത് റാൽഫ് ഫൊർലോങ്, FURLONG, ഫൊർലോങ് എന്ന് പറയുന്ന നമ്മുടെ തന്നെ ഒരു അംഗത്തിന്റെ പേര് ജിം എന്നുള്ള അനോണിമിറ്റി ഉള്ളതുകൊണ്ട് ജിം എന്നായിട്ട് പേര് എടുത്ത് ചേർത്താണ്. നമ്മുടെ സ്റ്റോറി, അന്നത്തെ കാലത്ത് സ്റ്റോറി ഉണ്ട്, അനദർ പ്രൊഡിഗൽ സൺ എന്നാണ് ആ സ്റ്റോറിയുടെ പേര്. അത് ബിഗ് ബുക്കിലെ ആദ്യത്തെ എഡിഷനിലുണ്ട്. അപ്പൊ ഇയാളുടെ കഥയാണ്. ഇയാളെ നമ്മൾ ജിം എന്ന് വിളിക്കണം, കാരണം അനോണിമിറ്റി ഉള്ളതുകൊണ്ട് അയാളുടെ യഥാർത്ഥ പേര് ചേർക്കാതാണ്. അടുത്ത വരി എന്താണ്? മദ്യപാനാസക്തിയെ പറ്റി ഞങ്ങൾക്കറിയാവുന്നു, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എങ്ങനെ ഉത്തരം കണ്ടെത്തിയെന്നും അയാളോട് വിവരിച്ചു. എന്താണ് നമ്മൾ ചെയ്തത്? വി ടോൾഡ് ഹിം വാട്ട് വി ന്യൂ ഓഫ് ആൽക്കഹോളിസം, സ്റ്റെപ്പ് 1 ആൻഡ് ദ ആൻസർ സ്റ്റെപ്പ് 2 and 3. അപ്പം നമ്മൾ അയാളോട് മദ്യാസക്തിയെ പറ്റിയും അതിന് പരിഹാരം കണ്ടെത്തുന്നതിനെ പറ്റിയും പറയും. അങ്ങനെ അവൻ ഹി മേഡ്
ബിഗിനിങ്. അതിനാണ് ഞങ്ങളുടെ പരിപാടിയിൽ തുടക്കം കുറിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ആത്മീയ പരിപാടിയായ 12 പടികളിലൂടെ അയാൾ സഞ്ചരിക്കാനായിട്ട് ശ്രമിച്ചു. ഹിസ് ഫാമിലി വാസ് അസംബിൾഡ് എന്ന് വെച്ചാൽ വീണ്ടും ഫാമിലി തിരിച്ചു വന്നു. ആൻഡ് ഹി ബിഗാൻ ടു വർക്ക് ആസ് എ സെയിൽസ്മാൻ ഫോർ ദ ബിസിനസ് ഹി ഹാഡ് ലോസ്റ്റ് ത്രൂ ഡ്രിങ്കിങ്. ഇവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കണം. ഒരു കാലത്ത് സ്വന്തം ബിസിനസ് ഉണ്ടായിരുന്ന അയാള് ആ പഴയ ആ ബിസിനസ് മദ്യപാനം മൂലം നഷ്ടപ്പെട്ടു. അതിനുശേഷം ആ സ്ഥാപനത്തിൽ തന്നെ ഒരു വിൽപ്പനക്കാരനായിട്ട് അയാള് ജോലി ചെയ്തു തുടങ്ങി. അപ്പൊ നമുക്ക് പലപ്പോഴും ചിന്തിക്കാൻ സാധിക്കാതെ നമ്മൾ തന്നെ നമ്മുടെ സ്വന്തം ഉടമസ്ഥയിലുണ്ടായിരുന്ന ഒരു സ്ഥാപനത്തിൽ വീണ്ടും അദ്ദേഹം ഒരു സെയിൽസ്മാൻ ആയിട്ട് വരികയാണ്. പലപ്പോഴും അതൊരു അയാൾ അത് നമ്മളെ വല്ലാതൊരു പ്രശ്നം, റെസ്റ്റ്ലെസ് ഇറിറ്റബിൾ ഡിസ്കണ്ടന്റ്, അസ്വസ്ഥൻ ചുണ്ടിക്കാനും അസംതൃപ്തനാക്കും. കുറച്ചു കാലത്തേക്ക് സംഗതികളൊക്കെ നന്നായി പോയിട്ടിരിക്കുന്ന അയാൾ തന്റെ ആത്മീയ ചിന്താഗതികൾ വിശാലമാക്കാൻ ഒരുമ്പെട്ടില്ല. അതൊരു വലിയൊരു കാര്യമാണ്. അതായത് നമ്മുടെ സ്പിരിച്വൽ ആയിട്ടുള്ള നമ്മുടെ ലൈഫ് ഓൾ വെന്റ് വെൽ ഫോർ ദം ബട്ട് ഹി ഫെയിൽഡ് ടു എൻലാർജ് ഹിസ് സ്പിരിച്വൽ ലൈഫ്. നമ്മൾ ബില്ലിന്റെ കഥയിൽ പറയുന്നുണ്ട്. നമ്മൾ ദേർ ഇസ് എ സൊല്യൂഷനിലും അത് പറയുന്നുണ്ട്. ആത്മീയ പരിപാടി വികസിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് കുടി നിർത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ അത് പ്രത്യേകം പറയണം. ഇയാൾക്ക് 1-ാം പടി മനസ്സിലാക്കി കൊടുത്തു, അയാൾക്ക് 2-ാം പടിയും 3-ാം പടിയും ഒക്കെ മനസ്സിലാക്കി കൊടുത്തു, നമ്മളുടെ പരിപാടികൾ അയാള് തുടക്കം കുറിച്ചു. പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ വീണ്ടും ആ സ്ഥാപനത്തിലെ സ്റ്റാഫായി കയറി കഴിഞ്ഞപ്പോ ആത്മീയ പരിപാടികൾ വിശാലമാക്കുവാൻ ഒരുമ്പെട്ടില്ല. അയാൾ സ്വയം പരിഭ്രമിക്കുമാർ തുടരെ കുടിച്ചുന്മത്തനായി വീണ്ടും വീണ്ടും അയാൾ കുടിച്ചു. ഈ ഓരോ സന്ദർഭത്തിലും എന്താണ് സംഭവിച്ചത് വിലയിരുത്തിക്കൊണ്ട് ഞങ്ങൾ അയാളോടൊത്ത് പ്രവർത്തിച്ചു. പലപ്പോഴും ആൽക്കഹോളിക്സ് അനോണിമസിൽ അംഗങ്ങള് പറയാറുണ്ട്, അയാൾ വരട്ടെ, അയാൾക്ക് വേണമെങ്കിൽ വരട്ടെ, അയാളുടെ സമയമായിട്ടില്ല, അയാൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, അയാൾക്ക് ഇനിയും സമയമുണ്ട്, പിന്നീട് മതി എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മദ്യപാനാസക്തനോടൊത്ത് പണ്ടത്തെ പഴമക്കാരെല്ലാം പ്രവർത്തിച്ചിരുന്നു എന്ന്. മദ്യം കഴിക്കുകയാണെങ്കിൽ പോലും ഓരോ സന്ദർഭത്തിൽ എന്താണ് സംഭവിച്ചെന്ന് വിലയിരുത്തിക്കൊണ്ട് ഞങ്ങൾ അയാളോടൊത്ത് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ കുടിച്ചിരുന്നപ്പോൾ പോലും അയാളോടൊപ്പം സമീപിച്ചിട്ടുണ്ടാകണം. താൻ ഒരു യഥാർത്ഥ മദ്യപാനാസക്തനാണെന്നും തന്റെ നില ഗുരുതരമാണെന്നും അയാൾ സമ്മതിച്ചു. ഇനി കുടിക്കുകയാണെങ്കിൽ താൻ വീണ്ടും രക്ഷാകർത്തത്തിൽ എത്തിപ്പെടുമെന്ന് അയാൾക്കറിയാമായിരുന്നു. എല്ലാറ്റിനും ഉപരി അയാളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന കുടുംബം അയാൾക്ക് നഷ്ടപ്പെടുമെന്ന് അയാൾക്കറിയാമായിരുന്നു. അയാൾക്കെല്ലാം അറിയാമായിരുന്നു. അയാൾക്ക് വീണ്ടും അസൈലത്തിലേക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് പോകേണ്ടി വരും, തന്റെ ഫാമിലി നഷ്ടപ്പെടും, എല്ലാം നഷ്ടപ്പെടുമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. എങ്കിലും അയാള് കുടി തുറന്നുകൊണ്ടിരുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഇത് നോക്കാം. ബാക്കി ഭാഗം പേജ് നമ്പർ 35 മുതൽ അടുത്ത ശനിയാഴ്ച സംസാരിക്കാം. താങ്ക് യു.